ഗുഡ് മോർണിംഗ്. എല്ലാവരും എക്സൈറ്റഡ് ആണോ? നമ്മുടെ വളരെ സന്തോഷമുള്ള ദിവസമാണ് ഇന്ന്. നമുക്കിന്ന് സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് നമ്മുടെ ടീമിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക. 78 പേര് മാത്രമേ വന്നുള്ളൂ. ബാക്കി ഒരുപാട് ആൾക്കാർ വരാനുണ്ട്. നിങ്ങളുടെ ടീം മെമ്പേഴ്സൊക്കെ കയറിയിട്ടില്ല എങ്കിൽ അവരെ ഒന്നും കൂടെ റിമൈൻഡ് ചെയ്യുക. ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് അയക്കാൻ പറ്റും, അത് അയക്കാം. കാരണം ഇന്നത്തെ സെഷൻ വളരെ സ്പെഷ്യൽ സെഷനാണ്. കുറേ പുതിയ ആൾക്കാരുണ്ടോ? നിങ്ങൾക്ക് ആർക്കും പരിചയമില്ലാത്ത ഒരു മാഡം കൂടി നമ്മളോടൊപ്പം ഇന്നുണ്ട്. നമ്മളൊക്കെ ഗ്രേറ്റ് അപ്ലൈൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും കാണാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എന്നും കാണുന്നത് നമ്മളെയൊക്കെ ആയിരിക്കുമല്ലേ. അപ്പോൾ നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സിനെ കാണാനൊരു അവസരം നമുക്ക് കിട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടില്ല, 80 ആളായി, ഒന്ന് പെട്ടെന്ന് തന്നെ അവരെ ഇൻവൈറ്റ് ചെയ്യുക, ഒന്നും കൂടെ റിമൈൻഡ് ചെയ്യുക, കോൾ ചെയ്യോ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചോ അവരെ കൊണ്ടുവരിക. കാരണം പിന്നീട് അവർക്ക് ഈ ഒരു സെഷൻ നഷ്ടമായെന്ന് വരും നിങ്ങൾക്ക്. ഓക്കെ, ഇന്ന് ഞാൻ വളരെ സന്തോഷമാണ്. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാം. ഞാൻ ഈ ബിസിനസ് എത്രത്തോളം സീരിയസ് ആണെന്ന് നിങ്ങൾക്കറിയാം. എന്നെ ഈ ബിസിനസ് ഇത്രയും സീരിയസ് ആക്കാനുള്ള കാരണം, ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആദ്യമായിട്ട് കേട്ട സമയത്ത് അത്ര താല്പര്യത്തോടെ വന്ന ആളല്ല. രണ്ടാമത്തെ ഒരു മീറ്റിങ്ങിലാണ് ഞാൻ തീരുമാനം എടുത്തത്. ആ തീരുമാനം എടുക്കാനുള്ള കാരണം നമ്മുടെ ഗ്രേറ്റ് അപ്ലൈൻ സുരേഷ് ചേട്ടൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയറിങ്ങിലൂടെയായിരുന്നു. സുരേഷ് സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് കേട്ടപ്പോൾ, ആ സ്റ്റോറി കേട്ടപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയതൊക്കെ തിരിച്ചു പിടിക്കാൻ കിട്ടിയ ഒരു അവസരമാണെങ്കിൽ അന്നാണ് എനിക്ക് തിരിച്ചു തരാൻ സാധിച്ചത്. അദ്ദേഹത്തിൻ്റെ ആ കഥകൾ കേട്ടപ്പോൾ ഉള്ള ഒരു മോട്ടിവേഷനാണ് ഞാൻ ഇന്ന് ഈ ബിസിനസ് തീരുമാനമെടുത്തതും ഇതിങ്ങനെയൊക്കെ ആവാൻ സാധിച്ചതും. ആ ഒരു അതൊരു ഭാഗ്യമായിട്ട് കാണുകയാണ്. തലശ്ശേരി സ്വദേശിയായ ഓട്ടോറിക്ഷ ഡ്രൈവർ സുരേഷ് ഏട്ടൻ, അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി ശിത മേഡമാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ക്രൗൺ ഡയറക്ടറാണ്. നമ്മുടെ എല്ലാവരെയും അപ്ലൈൻ കൂടിയാണ്. കുറേ ആൾക്കാർ മാഡത്തിനെ നേരിട്ട് കണ്ടിട്ടുണ്ടാവും. എങ്കിലും പുതിയ ആൾക്കാർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടുകൂടി ശിത മേഡത്തെ ഇൻവൈറ്റ് ചെയ്യാണ് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഇന്നത്തെ ഒരു ദിവസം നമുക്ക് വേണ്ടി മാറ്റിവെച്ചതിന്. വെൽക്കം ശിത മേഡം. ഓക്കെ, താങ്ക് യു ഷാജി സർ. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. കാരണം ഈ ഒരു ഫാമിലി മീറ്റിലേക്ക് എത്തുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ ഒരു വാക്ക് പോലെ തന്നെ ഒരു ഫാമിലിയാണ്. നമ്മൾ പലരും തമ്മിൽ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ ഒരുപാട് അടുപ്പമുള്ള ആളുകളാണ് ഷാജി സാറിന്റെ ടീമിലുള്ളത്. അപ്പോ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഫാമിലി മീറ്റിലേക്ക് ഇന്നലെയായിരുന്നു സാറ് ചോദിച്ചത് വരാമോ എന്നുള്ളത്. അത് സന്തോഷത്തോടു കൂടി സമ്മതിക്കുകയായിരുന്നു. കാരണം വേറെ ഒന്നല്ല, ഇത് നമ്മുടെ ഫാമിലിയാണ് അല്ലെ. തീർച്ചയായിട്ടും ഇന്ന് വളരെ വളരെ സന്തോഷമുണ്ട്. കാരണം എനിക്ക് പേഴ്സണലി അറിയാവുന്ന കുറെ ആളുകള്, പിന്നെ ഷാജി സാറ് പറഞ്ഞറിയാവുന്ന കുറെ ആളുകള്, എല്ലാവരും ഉള്ള ഒരു വലിയ ഫാമിലിയിലാണ് ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ സാർ എന്നെ നല്ല രീതിയിൽ പരിചയപ്പെടുത്തി. അപ്പം പറഞ്ഞു, സുരേഷ് ഏട്ടനെ കുറിച്ച് പറഞ്ഞു. ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിരുന്നു. അപ്പം ഇന്നിപ്പോ ഷാജി സാറ് പറഞ്ഞതുപോലെ ഈ ഒരു അവസരം കേൾക്കുന്ന സമയത്ത് എല്ലാവരും ചാടിക്കേറി എസ് പറയണം എന്നില്ല അല്ലെ. അപ്പൊ ഇതിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു അവസരം വിട്ടുകളയൂല. അപ്പൊ അങ്ങനെയുള്ളൊരു അവസരമായിരുന്നു അത്. അദ്ദേഹത്തിന് കിട്ടിയത് വളരെ യാദൃശ്ചികമായിട്ടായിരുന്നു. നമ്മുടെ ഒക്കെ ഗ്രേറ്റ് അപ്ലൈൻ ആയിട്ടുള്ള ബാലസുബ്രഹ്മണ്യൻ സാറ് മറ്റൊരു വ്യക്തിക്ക് പ്ലാന് പറയാൻ വേണ്ടിയിട്ട് സുരേഷ് ഏട്ടന്റെ ഓട്ടോയിൽ കയറിയായിരുന്നു. ഒരു 22 വർഷമായിട്ട് ഓട്ടോ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അവരുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നേടാൻ വേണ്ടി കഴിയുമോ എന്നുള്ളത് ആശങ്കയിലായിരുന്നു. കാരണം ഓട്ടോ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വരുമാനം ഉണ്ട്, പക്ഷേങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തില് നമുക്കൊരു അഡീഷണൽ ഇൻകം ഉണ്ടാക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ പോലും ഒന്നിക്കൽ ഈ ചെയ്യുന്ന ജോലിക്കൊരു തടസ്സമാവും, അതല്ലെങ്കിൽ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് വരും. അപ്പൊ ഇവിടെ അതൊന്നും ഇല്ലാതെ, ഒരു ഇൻവെസ്റ്റ്മെന്റ് പോലും ഇല്ലാതെ നമ്മുടെ ബിസിനസ് പ്ലാനിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കിയെടുക്കാം, വിദേശ യാത്രയൊക്കെ പോകാം, അതുപോലെ കാറ് വാങ്ങിക്കാൻ പറ്റും, വീട് വെക്കാൻ പറ്റും എന്നൊക്കെ ബാലുസാറ് മറ്റൊരു വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കുന്നത് അന്ന് വേറൊരു സ്ഥലം ഇല്ലാതെ കൊണ്ട് ഓട്ടോയിൽ ഇരുന്നു കൊണ്ട് തന്നെയായിരുന്നു ഈ ഒരു പ്ലാനല്ല ഇതിന്റെ ഒരു കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞു കൊടുത്തത്. അപ്പൊ കേട്ട വ്യക്തി പറഞ്ഞു, സാറേ ഞാൻ വിളിക്കാം എന്നും പറഞ്ഞ് അവര് ഇറങ്ങിപ്പോയി. അപ്പൊ തിരിച്ച് സാറിനെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് സുരേഷാനോട് പറഞ്ഞത് നമുക്ക് പോവാന്ന്. അപ്പൊ ആ സമയത്ത് ഈ പ്ലാനിലെ എല്ലാ കാര്യങ്ങളും മനസ്സിലായില്ലെങ്കിലും എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നേടിയെടുക്കാൻ പറ്റുന്ന, വിത്തൗട്ട് ഇൻവെസ്റ്റ്മെന്റ്, ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ നമുക്ക് എന്തൊക്കെയോ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു
ഓപ്പർച്യൂണിറ്റിയാണ് ഇത് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇദ്ദേഹം ചോദിച്ചു എനിക്കിത് ചെയ്യാൻ പറ്റുമോ? അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, നമ്മൾ ഈ ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഇവിടെ നമുക്ക് ഒരു ക്രൈറ്റീരിയ ഇല്ല. ആകെയുള്ള ഒരു ക്രൈറ്റീരിയ 18 വയസ്സ് പൂർത്തിയാകുക എന്നുള്ളത് മാത്രമാണ് അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു ക്രൈറ്റീരിയ നമുക്ക് ഓക്കെ ആയതുകൊണ്ട്, അദ്ദേഹത്തിന് ഓക്കെ ആയതുകൊണ്ട് ബാലു സാർ പറഞ്ഞു എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല? അപ്പോ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോ അന്ന് ഉച്ചക്ക് വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ്. കാരണം ലൈഫിൽ വലിയ ചേഞ്ചസ് ഉണ്ടാകാൻ പോവുകയാണ്. അതും എന്താ പറയണ്ടേ, നമ്മൾ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ ചെയ്യുന്നതിൽ കൂടെ വലിയൊരു ചേഞ്ച് ഉണ്ടാകാൻ പോവുകയാണ് എന്നുള്ള സന്തോഷത്തോടു കൂടിയാണ് ഉച്ചക്ക് ഊണ് കഴിക്കാൻ വന്നത്. അപ്പൊ ഊണ് കഴിക്കുന്നതിന്റെ ഇടയ്ക്ക് എന്നോടും സുരേഷ് ഏട്ടന്റെ അമ്മേനോടും പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഒരു പൈസ ഇൻവെസ്റ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല, നമുക്ക് ഇന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റും എന്ന് പറഞ്ഞ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു വേണ്ടാതെ പണിക്ക് പോകണ്ട. കാരണം ഇത്തരം ഒരു ബിസിനസ് ചെയ്തിട്ട് ഇന്ന് വരെ രക്ഷപ്പെട്ട ആളുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടേ ഇല്ലായിരുന്നു. അത് മാത്രമല്ല, ഇങ്ങനെയുള്ള ബിസിനസ്സുകൾ ചെയ്തിട്ട് തകർന്ന ഒരുപാട് കഥകൾ നമുക്ക് അറിയുകയും ചെയ്യാം. സ്വാഭാവികമായിട്ടും നമുക്കറിയാം നെഗറ്റീവ്സ് എന്താ പറയണ്ട നമ്മുടെ സൊസൈറ്റിയിൽ പെട്ടെന്ന് വളരും അല്ലേ? അപ്പോ ഈ ഒരു മേഖലയിൽ വന്ന് എല്ലാം നഷ്ടപ്പെട്ട ആളുകളെ കുറിച്ചിട്ടുള്ള ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു ഇങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ ലക്ഷങ്ങളൊക്കെ കിട്ടുമെങ്കിൽ, ഫോറിൻ ട്രിപ്പൊക്കെ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വല്ല കള്ളക്കടത്തോ അങ്ങനെയുള്ള എന്തെങ്കിലും ആയിരിക്കും എന്നും പറഞ്ഞു. അപ്പോ മനസ്സിലായി വീട്ടിൽ നിന്ന് ഒരു സപ്പോർട്ടും ഇല്ലാന്ന് മനസ്സിലായി. പക്ഷെ ഈ ഒരു അവസരം വിട്ട് കളയാൻ തോന്നിയില്ല. കാരണം ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ സമയത്ത് സക്സസ് ആകാൻ വേണ്ടി പറ്റുന്ന ഒരു മേഖലയാണെന്ന് മനസ്സിലായത് കൊണ്ട് സുരേഷ് ഏട്ടൻ അത് വിട്ടുകളഞ്ഞില്ല. സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ പോലും അറിയാതെയാണ്. കാരണം കാക്കി ഡ്രസ്സാണ് യൂണിഫോം. അപ്പം ഒരാളെ ഈ ഒരു ബിസിനസ് അവസരത്തിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് യൂണിഫോം ഇട്ടിട്ട് പോകാൻ പറ്റില്ല അല്ലേ? ഡ്രൈവറുടെ യൂണിഫോം ഇട്ടിട്ട് പോകുന്നത് ശരിയല്ല. അപ്പോ ഒരു കളർ ഡ്രസ്സ് ഞാന് രാവിലെ നമുക്കറിയാലോ, സ്വാഭാവികമായിട്ടും ലേഡീസ് അടുക്കളയിൽ തിരക്കിലായിരിക്കും. ആ സമയത്ത് ഇസ്തിരിയിട്ടെടുത്ത് വണ്ടീന്റെ സീറ്റിന്റെ അടിയിലേക്ക് വെക്കും. എന്നിട്ട് ഒരു 2-3 മണി വരെയൊക്കെ വണ്ടി എടുക്കും. അതിനുശേഷമാണ് ആളുകളെ മീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആ സമയത്ത് കേരളത്തിൽ വന്നിട്ടേ ഉള്ളൂ. കേരളത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ച് ഇദ്ദേഹത്തിന് ലക്ഷങ്ങൾ വരുമാനമുണ്ട്, അല്ലെങ്കിൽ ഇദ്ദേഹം ഫോറിൻ ട്രിപ്പ് പോയതാണ്, അല്ലെങ്കിൽ കാറ് വാങ്ങിച്ചിട്ടുണ്ട്, അല്ലെ വീട് വെച്ചിട്ടുണ്ട് എന്നൊന്നും പറയാൻ പറ്റുന്ന ഒരാൾ പോലും അന്ന് കേരളത്തിൽ ഇല്ലായിരുന്നു. അത് മാത്രമല്ല, നമുക്ക് ഈ പ്രോഡക്റ്റുകൾ കിട്ടണമെങ്കിൽ ഒന്നിക്കൽ എറണാകുളത്ത് പോകണം, അതല്ലെങ്കിൽ മംഗലാപുരത്ത് പോകണം. അപ്പൊ സ്വാഭാവികമായിട്ടും അന്ന് ഈ ഒരു സംരംഭമായിട്ട് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് വളരെ വിഷമമുള്ള കാര്യമായിരുന്നു. അപ്പൊ ഫ്രണ്ട്സിന്റെ അടുത്ത് സംസാരിച്ച സമയത്ത് ഫ്രണ്ട്സും പറഞ്ഞത് ഇതൊക്കെ തന്നെയാണ്. കാരണം നീ ഇത് ഇപ്പോഴാണോ അറിയുന്നത്? ഇങ്ങനെയുള്ള തട്ടിപ്പ് തുടങ്ങിയിട്ട് ഒരുപാട് കാലമായല്ലോ, നീ അറിയാൻ വളരെ ലേറ്റ് ആയി പോയി. നിനക്ക് ഇപ്പോൾ ഉള്ള പണി തന്നെ ചെയ്താൽ പോരെ, എന്തിനാ വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് ചെന്ന് പെടുന്നത് എന്നൊക്കെയാണ് ഫ്രണ്ട്സും പറഞ്ഞത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെ വീട്ടിൽ നിന്നും ഫ്രണ്ട്സിന്റെ ഇടയിൽ നിന്ന്, കാരണം അവിടെയാണ് നമ്മൾ കൂടുതൽ കോൺഫിഡന്റ് ആകുന്നത് അല്ലെ? നമ്മുടെ കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ പറ്റുന്ന 2 സ്ഥലങ്ങളിലും നെഗറ്റീവ് വന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഉള്ളില് ഏതൊരാൾക്കായാലും തോന്നുമല്ലേ ഇതും കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന്. അപ്പം ബാലു സാറ് വിളിച്ച സമയത്ത് പറഞ്ഞു, സാറേ ഇത് നടക്കൂന്ന് തോന്നുന്നില്ല, കാരണം വീട്ടില് യാതൊരു സപ്പോർട്ടും ഇല്ല. അതുപോലെ തന്നെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞ സമയത്ത് അവരും സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പൊ പിന്നെ എന്താ ചെയ്യുക? അപ്പൊ സാറ് പറഞ്ഞു, ഓക്കെ സുരേഷ്, ഒരു തീരുമാനം എടുക്കാൻ വരട്ടെ, കണ്ണൂർ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്, ഒന്ന് അതിൽ പങ്കെടുക്ക്. അപ്പോ ആ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്ത സമയത്ത് അവിടെ സ്റ്റേജിൽ നമുക്കറിയാം അല്ലെ, നമ്മുടെ വെസ്റ്റീജിന്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയും വെസ്റ്റീജിലേക്ക് വന്ന് സക്സസ് ആകുക മീൻസ് വലിയ റാങ്കിൽ എത്തുക എന്നുള്ളതല്ല. ഒരു മാസം കൊണ്ട് നമുക്കറിയാം, സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ 5% ആയിരിക്കും, അവിടെ നിന്ന് 8%ലേക്ക് എത്തിയാൽ തന്നെ നമുക്ക് അത് സിംഗിൾ മന്തിലാണെങ്കിൽ അവിടെ ഫാസ്റ്റ് സ്റ്റാർട്ട് 8% എന്ന് പറയുന്ന ഒരു റാങ്കിലേക്ക് നമ്മൾ എത്തുന്നുണ്ടാവും അല്ലെ? അപ്പൊ ആ ഫാസ്റ്റ് സ്റ്റാർട്ട് 8%-നെ വരെ സ്റ്റേജിൽ വിളിച്ച് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ ബ്രോൺസ് ഡയറക്ടേഴ്സ്, അങ്ങനെ കുറെ ആളുകളെ, അതായത് ബ്രോൺസ് ഡയറക്ടേഴ്സ് ഒക്കെ വന്ന് സ്റ്റേജിൽ നിന്ന സമയത്ത് അവര് വന്നിരിക്കുന്ന മേഖല നോക്കിയ സമയത്താണ് ഒരാള് ഒരു പാചക തൊഴിലാളിയാണ്, ഒരാള് വെൽഡിംഗ് മേഖലയിലുള്ള ആളാണ്. അപ്പൊ അങ്ങനെ സമൂഹത്തിലുള്ള എല്ലാ മേഖലയിലുള്ള ആൾക്കാരും ഇവിടെ സക്സസ് ആവുന്നുണ്ട്. അപ്പൊ അത് കണ്ട സമയത്ത് സുരേഷ് ഏട്ടന് തോന്നി എന്തുകൊണ്ട് എനിക്ക് ഇതിൽ സക്സസ് ആകാൻ പറ്റില്ല. അപ്പോ
ആ ഒരു തീരുമാനമാണ് ഈ ഒരു ബിസിനസ് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് ചെയ്യാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ലീഡേഴ്സ് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മള് ഫങ്ഷൻസിനെ പ്രൊമോട്ട് ചെയ്യുക, മീറ്റിങ്ങുകൾ പ്രൊമോട്ട് ചെയ്യുക, അല്ലെ? അത് എന്തുകൊണ്ടാ പറയുന്നത്? കാരണം മീറ്റിങ്ങുകളിൽ അല്ലെങ്കിൽ വലിയ വലിയ ഫങ്ഷൻസിൽ ചെല്ലുന്ന സമയത്ത് അവിടെ സക്സസ് ആയിട്ടുള്ള ഒരുപാട് ആളുകളെ നമ്മൾ കാണുന്നുണ്ടാവും. അപ്പൊ ആ ആളുകൾ വന്നിരിക്കുന്ന മേഖല ചിലപ്പോൾ നമ്മളുമായിട്ട് അടുത്തിരിക്കും. അതായത് നമുക്കിപ്പം ഒരാൾ വന്നിട്ട് പറയാണ് ഇന്ന പോലെയുള്ള ആളുകളൊക്കെ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, അവരൊക്കെ സക്സസ് ആയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് സക്സസ് ആയിക്കൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് എന്താ പറയണ്ട, നമ്മുടെ ഉള്ളിൽ തട്ടില്ല. ചിലപ്പോൾ നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും, ഞാൻ ജോയിൻ ചെയ്യുന്നത് കൊണ്ട് ഈ പറയുന്ന വ്യക്തിക്ക് എന്തെങ്കിലുമൊക്കെ നേടാൻ വേണ്ടിയിട്ടായിരിക്കും എന്നുള്ള ഒരു തോന്നലും ഉണ്ടാവും. അതേസമയം നമ്മൾ ആ വിജയിച്ച വ്യക്തികളെ നേരിട്ട് കാണുകയും അവരുടെ അനുഭവങ്ങൾ, അവിടെ ഒരിക്കലും ഓരോരുത്തരും സ്റ്റേജിൽ കയറി വന്ന് പറയുന്ന കാര്യങ്ങൾ അവർ പഠിച്ചിട്ട് പറയുന്നതോ അല്ലെങ്കിൽ അപ്ലയൻസ് അവരെ കൊണ്ട് പറയിപ്പിക്കുന്നതോ ഒന്നുമല്ല. അവർക്ക് ഈ വെസ്റ്റീജിൽ നിന്ന് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ വെസ്റ്റീജിൽ അവർ സക്സസ് ആയിട്ടുള്ള യഥാർത്ഥ കാര്യങ്ങളാണ് അവരവിടെ പറയുന്നത്. അപ്പൊ സക്സസ് ആയിട്ടുള്ള ആളുകളെ കണ്ട സമയത്ത് കുറച്ചും കൂടി ശക്തമായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. അപ്പോ ഇന്നാണെങ്കിൽ നമുക്കറിയാം 4500 PV സിംഗിൾ മന്തിൽ കൊണ്ടുവന്നാല് നമ്മളും നമ്മുടെ ടീമുമായിട്ട് കൊണ്ടുവന്ന നമ്മള് ഫാസ്റ്റ് ആർട്ട് ബ്രോൺസ് ഡയറക്ടർ ആവും, അല്ലെ? പക്ഷേ സ്റ്റാർട്ടിംഗ് ടൈമിൽ ഇതിപ്പോ നമുക്ക് ഈ ഒരു പ്ലാനിൽ ചേഞ്ച് വന്നതുകൊണ്ടാണ് സ്റ്റാർട്ടിംഗ് ടൈമിൽ 11,000 PV അക്യുമുലേറ്റ് ആവും, അല്ലെങ്കിൽ 7,500 PV സിംഗിൾ മന്തിലോ കൊണ്ടുവന്നാലാണ് ബ്രോൺസ് ഡയറക്ടർ, ഫാസ്റ്റ് ആർട്ട് ബ്രോൺസ് ഡയറക്ടർ ആവുന്നത്. അപ്പൊ 7,500 PV സിംഗിൾ മന്തിൽ കൊണ്ടുവന്നുകൊണ്ട് അദ്ദേഹം ഫാസ്റ്റ് ആർട്ട് ബ്രോൺസ് ഡയറക്ടർ ആയി. ആ സമയത്ത് അദ്ദേഹത്തിന് 24,000 രൂപ ഇൻകം കിട്ടി. സ്വാഭാവികമായിട്ടും നമ്മൾ എതിർത്ത കാരണം മറ്റൊന്നുമല്ല, ഇതില് വന്ന് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാലോ എന്നുള്ളത് കൊണ്ടായിരുന്നു എതിർത്തത്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്ന തൊഴിൽ ചെയ്തുകൊണ്ട് അതിൽ കുറച്ച് സമയം, അത് നമ്മളൊരു പാർട്ട് ടൈം, അല്ലെ, പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്തിട്ട് പോലും ഈ ഒരു ഇൻകം കിട്ടി എന്ന് പറഞ്ഞ സമയത്ത് വളരെ ഹാപ്പിയായി. അത് മാത്രമല്ല, ആ വരുമാനം കിട്ടിയ സമയത്ത് മകൾക്ക് ഒരു ലേഡി ബേർഡ് സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തു. അതുവരെ സെക്കൻഡ് ഹാൻഡ് സൈക്കിളൊക്കെ ആയിരുന്നു വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അപ്പോ ഈ ഒരു ഇൻകം കിട്ടിയ സമയത്ത് പുതിയൊരു സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റി. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഏതൊരാൾക്കും പുതിയൊന്ന് കിട്ടുമ്പോഴുള്ള സന്തോഷം, അല്ലേ? അപ്പൊ നമ്മുടെ ഫാമിലിയിലും അത് വളരെ സന്തോഷം ഉണ്ടാക്കി. അപ്പൊ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. നമുക്കറിയാം, നമ്മുടെ എല്ലാ പ്രൊഡക്റ്റുകളും, ഒരു പ്രൊഡക്റ്റ് നമുക്ക് മോശം എന്ന് പറയാൻ പറ്റില്ല, അല്ലെ? അതേപോലെ കമ്പനി പറയുന്ന പ്രൊഡക്റ്റുകളുടെ ഗുണങ്ങൾക്ക് പുറമേ പല ഗുണങ്ങളും കിട്ടിയിട്ടുണ്ട്. അതൊന്നും ഞാൻ ഈ ഗ്രൂപ്പിൽ പറയേണ്ടതില്ല, കാരണം ഇവിടെ നമുക്കറിയാവുന്നതേ ഉള്ളൂ. ഒരുപാട് റിസൾട്ടുകൾ ഡെയിലി നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ വരുന്നുണ്ട്, അല്ലെ? അപ്പൊ നമ്മുടെ പേസ്റ്റ്, സാധാരണ നോർമൽ പേസ്റ്റ് എനിക്കാണെങ്കിൽ 2-3 മാസം കൂടുമ്പോൾ വായ്പുണ്ണും കാര്യങ്ങളൊക്കെ വരുന്നതായിരുന്നു. അപ്പൊ അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ വായ്പുണ്ണ് വരും, പക്ഷെ പഴുക്കില്ല. പിന്നെ വായ്പുണ്ണ് വരില്ല എന്നുള്ള അവസ്ഥയായി. അപ്പൊ ആ ഒരു ചെറിയൊരു പ്രൊഡക്റ്റിൽ പോലും, കാരണം നമ്മൾ നോക്കുവാണെങ്കിൽ മാർക്കറ്റ് വിലയിൽ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത്രേ വിലയും വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് എത്രയോ നാളായിട്ട് ഉണ്ടായിരുന്ന വലിയൊരു പ്രശ്നമാണത്. കാരണം ഒരാഴ്ചയൊക്കെ നമുക്ക് സംസാരിക്കാനോ എന്തിന് വാ തുറന്നു കഴിഞ്ഞാല് ഭയങ്കര എരിച്ചിലായിരിക്കും ഉമിനീര് തട്ടുന്ന സമയത്ത്. അതുപോലെ ഭക്ഷണം, എരിവുള്ള ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന ഒരു കാര്യത്തിന് ഒരു പേസ്റ്റ് കൊണ്ട് മാത്രം, കാരണം ബി കോംപ്ലക്സ് ഗുളികകളൊക്കെ കുറെ കഴിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടൊന്നും വ്യത്യാസം വന്നില്ല. പക്ഷെ ഈ ഒരു പേസ്റ്റ് ഉപയോഗിച്ച സമയത്ത് അതിന് നല്ലൊരു റിസൾട്ട് കിട്ടി. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഈ ഒരു ബിസിനസ്സുമായിട്ട് ചേർന്ന് പോകാൻ നമ്മളെയും പ്രേരിപ്പിച്ചു. അത് അങ്ങനെ തന്നെ നമ്മൾ പ്രൊഡക്റ്റുകൾ കൂടുതൽ യൂസ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ മീറ്റിങ്ങുകൾ പങ്കെടുക്കാൻ തുടങ്ങി. ആ സമയത്ത് മനസ്സിലായി, ഈ ഒരു മേഖലയിൽ ഇപ്പൊ എനിക്കറിയാവുന്ന ആളെന്ന് പറയുന്നത് സുരേഷ് ഏട്ടനാണ്. അദ്ദേഹം ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. നമ്മുടെ ചെറിയ മീറ്റിങ്ങുകളൊക്കെ വരുന്ന ആളുകള് സ്വാഭാവികമായിട്ടും നമുക്ക് അറിയാവുന്ന ആളുകൾ, അതായത് നമ്മളിപ്പോഴുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളായിരുന്നു. പക്ഷെ വലിയ മീറ്റിങ്ങുകൾ പോയ സമയത്താണ് നമുക്കറിയാം, നമ്മുടെ ഗ്രേറ്റ് അപ്ലയൻസ് ആയിട്ടുള്ള ഓരോരുത്തരും, അല്ലെ? ഇപ്പം ഭരതേട്ടനായാലും അതുപോലെ ജ്യോതി സാറായാലും ഭാസ്കരേട്ടൻ, ബാലു സാറ്, അതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ ഗ്രേറ്റ് അപ്ലയൻ ആയിട്ടുള്ള മനോജ് പാറേൽ സാറ്, അപ്പൊ അവരൊക്കെ വന്നിരിക്കുന്നത്, ഇപ്പൊ ഷാജി മിത്തൽ സാറാണെങ്കിൽ അവിടെ സ്വന്തമായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത വ്യക്തിയാണ്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ആളുകളും വന്നിരിക്കുന്ന മേഖലകൾ കണ്ട സമയത്ത് മനസ്സിലായി, ഇത് ഒരു പ്രത്യേക ഗ്രൂപ്പിന് വേണ്ടി മാത്രമുള്ളതല്ല, ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റി.
അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമുക്ക് വരുമാനം ആയിക്കോട്ടെ, അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടി പറ്റിയ സമയത്ത് നമ്മൾ ഇത് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ചുമതലയായി മാറി. കാരണം സാധാരണഗതിയിൽ നമ്മൾ കാണുന്നത് പല ഡയറക്ട് സെല്ലിങ്ങിലും വരുന്ന ആളുകളെ ചവിട്ടി താഴ്ത്തിക്കൊണ്ട് നമ്മൾ ഉന്നതിയിലേക്ക് എത്തുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ നമ്മൾ അങ്ങനെയല്ല, നമ്മുടെ കൂടെ വന്ന ആളുകളെ വിജയിപ്പിച്ചുകൊണ്ട് നമ്മൾ സക്സസ് ആകുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ കാര്യത്തിൽ നിങ്ങൾ ഏറ്റവും ഭാഗ്യവാന്മാരാണ്. കാരണം നിങ്ങൾക്ക് അത്രയും ഗ്രേറ്റ് ആയിട്ടുള്ള 2 അപ്ലയൻസ് ഉണ്ട്. ഒന്ന് മനോജ് പറയൽ സാറാണ്. വിന്നിംഗ് ടീമിന്റെ സിസ്റ്റം എന്താണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയണ്ടേ, വെസ്റ്റീജ് എന്നുള്ള ഡയറക്ട് സെല്ലിങ്ങിൽ നമുക്ക് സക്സസ് ആകാൻ നമുക്ക് ചില സമയത്ത് എല്ലാ സമയങ്ങളിലും നമുക്ക് ഒരു അപ്ലൈന്റെ ഹെൽപ്പ് കിട്ടണം എന്നില്ല അല്ലെ. കാരണം അദ്ദേഹം ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് കേരളത്തിലാണെങ്കിലും അതിനുശേഷം ബിസിനസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ദുബായിലാണ്. അപ്പൊ അവിടെ പോയ സമയത്ത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അപ്ലയൻസിന്റെ ഹെൽപ്പ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ത്രൂ ഫോണൊക്കെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിലും പലപ്പോഴും അത് മതിയാവില്ല. ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിലുള്ള ആളെ സംബന്ധിച്ച് അത് സാധ്യമല്ല അല്ലെ. അപ്പൊ അവിടെയാണ് വിന്നിംഗ് ടീം എന്ന് പറഞ്ഞ ഓർഗനൈസേഷന്റെ പവർ. വിന്നിംഗ് ടീമും വിന്നിംഗ് ടീമിന്റെ ടൂൾസും അത് ഒരു എന്താ പറയണ്ട സിൽവർ ഡയറക്ടറിൽ നിന്നും ഡയമണ്ടിലേക്കും അതുപോലെ ക്രൗണിലേക്കും UCDയിലേക്കും ഒക്കെ മനോജ് പറയൽ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ എത്തിച്ചത് വിന്നിംഗ് ടീമിന്റെ ആ ഒരു സിസ്റ്റം മാത്രമാണ്. അതുപോലെ തന്നെയാണ് ഷാജി മിത്തൽ സാർ. ശരിക്കും പറഞ്ഞാല് ഇന്ന് കേരളത്തിലല്ല, കേരളത്തിന് പുറത്തും വിന്നിംഗ് ടീമുള്ള എല്ലാ ഇടങ്ങളിലും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് അല്ലെ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമേ ഉള്ളൂ, ഇത്രയേറെ ഈ ഒരു ബിസിനസിനെ സ്നേഹിക്കുകയും അതിനു വേണ്ടി ജീവിതം മാറ്റിവെക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരിക്കലും സ്വന്തം എന്താണ് സാമ്പത്തിക നേട്ടത്തിനോ അല്ലെങ്കിൽ ഒന്നിനും വേണ്ടിയല്ല, തന്നെ വിശ്വസിച്ച് വന്നിട്ടുള്ള ആളുകൾക്ക് അവർക്ക് എന്താണോ ഞാൻ കഴിഞ്ഞ മീറ്റിംഗിൽ പറഞ്ഞ പോലെ നമ്മുടെ കൂടെ വന്ന ആളുകൾ എന്താണോ സ്വപ്നം കണ്ടിട്ടുള്ളത്, വെസ്റ്റീജിലേക്ക് വരുന്ന സമയത്ത് എന്താണോ അവരൊക്കെ ആഗ്രഹിച്ചിട്ടുള്ളത്, അവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നേടിയെടുക്കാൻ വേണ്ടി സാറ് തന്നെ കഴിഞ്ഞ മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ട്, എന്നെ 5 വർഷത്തേക്ക് ഒരു കാര്യത്തിനുമായിട്ട് വിളിക്കണ്ട, ഞാനിവിടെ ഇല്ലാന്ന് വിചാരിച്ചു എന്ന് അല്ലേ. അപ്പോ അങ്ങനെ എന്താ പറയണ്ടേ, ടീമിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഗ്രേറ്റ് അപ്ലൈനാണ് നിങ്ങൾക്കുള്ളത്. അത് മാത്രമല്ല, ഞാൻ നോക്കുന്ന സമയത്ത് എല്ലാ സമയത്തും അവൈലബിൾ ആയിട്ടുള്ള ഒരു അപ്ലൈനാണ് നിങ്ങൾക്ക്. ഏത് സമയത്തായാലും ഈവൻ എനിക്ക് എന്തെങ്കിലും ഒരു എന്താ പറയണ്ടേ, ചെറുതോ വലുതോ ആയിട്ടുള്ള എന്തൊരു ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ഇടുകയേ വേണ്ടൂ, ഓൺ ദ സ്പോട്ടിൽ എനിക്ക് അതിനുള്ള റിപ്ലൈ കിട്ടാറുണ്ട്. അപ്പോ എനിക്കത് കിട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് നല്ല രീതിയിൽ കിട്ടുന്നുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ അത്രയും നല്ലൊരു ഗ്രേറ്റ് അപ്ലൈൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് എന്താ പറയണ്ട, കമ്പനിയെ കുറിച്ചിട്ട് നമുക്ക് യാതൊരു സംശയവും ആവശ്യമില്ല. കാരണം 22 വർഷം പൂർത്തിയാകാൻ പോവുകയാണ് കമ്പനി. പ്രോഡക്റ്റുകളുടെ കാര്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ പ്രോഡക്റ്റും നമുക്ക് റിസൾട്ട് തരുന്നുണ്ട്. നമ്മൾ ആർക്കെങ്കിലും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും റിസൾട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ കമ്പനി എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ അവർക്ക് നേടിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതായത് നമ്മളോടിപ്പോ കമ്പനി എല്ലാ കാര്യങ്ങളും, അതായത് കമ്പനി പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു ബോണസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്ത് കാര്യം ആയിക്കോട്ടെ, ഓഫേഴ്സ് ആയിക്കോട്ടെ, അതൊന്നും കിട്ടിയില്ല അല്ലെങ്കിൽ കമ്പനി വെറുതെ പറഞ്ഞതാണെന്ന് ആരും പറയില്ല. അത് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, കുറച്ചു മുന്നേ പ്രളയം ഉണ്ടായി, അതുപോലെ തന്നെ കൊറോണ വന്നു. അപ്പൊ പ്രളയം ഉണ്ടായ സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് ഇങ്ങോട്ടൊന്നും പ്രളയത്തിന്റെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കേരളത്തിലെ പ്രളയത്തിന്റെ ബുദ്ധിമുട്ടുണ്ട് എന്ന് മനസ്സിലാക്കി കമ്പനി ഒരു കാര്യം ചെയ്തു. കഴിഞ്ഞ 3 മാസം നിങ്ങൾ എന്താണോ ഇൻകം വാങ്ങിച്ചത് അതിന്റെ ഏവറേജ് നെക്സ്റ്റ് 3 മന്ത്സ് തരാമെന്ന് പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും വർക്ക് ചെയ്യാൻ പറ്റിയ നമുക്ക് വർക്ക് ചെയ്തിട്ടുള്ള ഇൻകത്തിന് പുറമെ ഈ ഒരു ഏവറേജ് ഇൻകവും കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് കമ്പനി നമുക്ക് ചെയ്തു തന്നിട്ടുള്ള ഏറ്റവും വലിയ കാര്യമാണ്. ഏതൊരു കമ്പനി ആയാലും അല്ലെങ്കിൽ ഏതൊരു മേഖലയിലായാലും അവർക്ക് പറയാം, നിങ്ങൾ പണിയെടുക്കുന്നതിനുള്ള തുല്യമായ വേതനം ഞങ്ങൾ തരാം, അല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതിന് ഞങ്ങൾ എങ്ങനെ വേതനം തരുമെന്ന് ചോദിക്കാം അല്ലെ. പക്ഷെ അങ്ങനെയല്ല, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ് ഈ ഒരു കമ്പനിയുടെ സക്സസിന്റെ ഇത് അറിയുന്നത് കൊണ്ട് തന്നെ കമ്പനി ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ കൂടെ നിന്നു വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു. അതുപോലെ കൊറോണ ടൈമില് നമുക്കറിയാം, നമുക്ക് എല്ലാ പ്രോഡക്റ്റിലും DP റേറ്റിലാണ് കിട്ടുന്നത്. ആ DP റേറ്റിൽ കിട്ടുന്നതിൽ നിന്നും 25% ഡിസ്കൗണ്ടിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള പ്രോഡക്റ്റുകളൊക്കെ കിട്ടാൻ തുടങ്ങി.
അപ്പൊ ഇത്തരത്തിലൊക്കെ നമ്മളെ കമ്പനി നമ്മളെ ചേർത്ത് നിർത്തുന്നുണ്ട്. അതേപോലെ തന്നെ വിന്നിംഗ് ടീം നമ്മളെ പഠിപ്പിച്ചു തരാണ് നമ്മൾ ഇവിടെ എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്താൽ നമുക്ക് സക്സസ് ആകാൻ പറ്റും, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വിന്നിംഗ് ടീം ടൂൾസ് ആക്കി ഇറക്കിയിട്ടുണ്ട്. ടൂൾസ് എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവണമെന്നില്ല, എല്ലാവരും അത് വായിക്കണം എന്നില്ല. അതുകൊണ്ട് വിന്നിംഗ് ടീം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ ദിവസവും രാവിലെ CEP എന്നുള്ള പ്രോഗ്രാമിൽ കൂടെ നമ്മുടെ അടുത്തേക്ക്, അതായത് നമ്മളിപ്പോ എവിടെയാണോ, രാവിലെ ലേഡീസ് ആണെങ്കിൽ കിച്ചണിലായിരിക്കും, ജെന്റ്സ് ആണെങ്കിൽ ചിലപ്പോൾ വാക്കിങ്ങിന് പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ടാവും. അപ്പൊ എവിടെയാണോ നമ്മളുള്ളത് അവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് ഇത്തരം പ്രോഗ്രാമുകൾ നമുക്ക് തരുന്നുണ്ട്. അപ്പോ ഇതൊക്കെ തരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ലൈഫിൽ ഒരു മാറ്റം വരുത്തുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ഇന്നലെ വരെ നമ്മൾ ജീവിച്ചതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ജീവിക്കുക എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ്. എല്ലാവർക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലൊരു വരുമാനം ഉണ്ടാവും. പക്ഷെ ആ ഒരു വരുമാനം വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ ഒന്നും നേടിയെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. അപ്പോ നമ്മുടെ ആഗ്രഹങ്ങളെ, പണ്ട് ഒരു മഹാനായ വ്യക്തി പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ സ്വപ്നങ്ങൾ എവിടെയാണ് കുഴിച്ചുമൂടപ്പെട്ടിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ ശ്മശാനത്തിലാണെന്നാ പറയുന്നത് അല്ലേ. കാരണം മരണപ്പെടുന്ന ഓരോ വ്യക്തികളും അവരുടെ സ്വപ്നങ്ങളോട് കൂടിയാണ് മരണപ്പെടുന്നത്. ലൈഫിൽ എന്തൊക്കെയൊക്കെയോ അവർ സ്വപ്നം കണ്ടിട്ടുണ്ടാവും. പക്ഷെ അവർക്ക് എല്ലാ സ്വപ്നങ്ങളും എന്നല്ല, ഒരു പകുതി മുക്കാൽ സ്വപ്നങ്ങളും അവർക്ക് നേടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഈ ഒരു മേഖലയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കാണുന്ന സ്വപ്നങ്ങളെ ഒക്കെ നമുക്ക് നേടിത്തരാൻ പറ്റുന്ന വലിയൊരു അവസരത്തിലാണ് നമ്മളുള്ളത്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതൊക്കെ നേടിയെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പോ ഇത്തരത്തിൽ നമ്മൾ ഇതൊക്കെ നേടിയെടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് സ്വയം ഡിസിപ്ലിൻ ആണോ അല്ലെ. നമ്മൾ ഏതൊരു പ്രവൃത്തിയും നമ്മൾ സക്സസ് ആണെങ്കിൽ നമ്മൾ ഡിസിപ്ലിനായിട്ട് പ്രവർത്തിക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മുടെ വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നമുക്കല്ലാതെ നമ്മുടെ അപ്ലയൻസിനോ അല്ലെങ്കിൽ നമ്മുടെ പേരൻസിനോ ഒന്നും പറഞ്ഞു തരാൻ വേണ്ടി പറ്റില്ല. അപ്പൊ നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നമ്മൾ മനസ്സിലാക്കിയെടുക്കുകയും ആ വീക്ക്നെസ്സിനെ നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ സ്ട്രെങ്ത്തിനെ ഒന്നുകൂടി ഉഷാറാക്കി നമ്മൾ ഇതിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതില് വലിയ ഉയരങ്ങളിൽ എത്താൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ ഇന്ന് നോക്കുകയാണെങ്കിൽ പലപ്പോഴും നമ്മുടെ ഒരു ദിവസം നമ്മൾ ചെലവഴിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും. എന്നാലും മിക്കവാറും എല്ലാവർക്കും ഫോണിലായിരിക്കും അല്ലെ. കാരണം അത് നമ്മുടെ ലൈഫിന്റെ ഭാഗമായി കഴിഞ്ഞു. നമുക്കറിയാം, ഒരു നിമിഷം പോലും ഫോണില്ലാതെ നമുക്ക് ശ്വാസം മുട്ടുന്ന പോലെയാണ്. അതായത് ഓക്സിജൻ ആണോ ഫോണിൽ ഇരിക്കുന്നതെന്ന് പോലും തോന്നിപ്പോകും ചില കൂട്ടർ ഫോണുമായിട്ടുള്ള ആ ഒരു അടുപ്പം കാണുമ്പോൾ. കാരണം ഒരു മിനിറ്റ് ഫോണ് കാണാതായി കഴിഞ്ഞാല് എന്തോ ഒരു വെപ്രാളോ വേവലാതിയോ എന്തൊക്കെയോ ആണ്. പക്ഷെ അത് എന്തിനാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അവരിങ്ങനെ റീൽസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയിക്കൊണ്ടേ ഇരിക്കുകയായിരിക്കും ഉണ്ടാവുക. അപ്പോ അത് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റുക. ചിലപ്പോൾ നമ്മളാണെങ്കിൽ എല്ലാവരും ഇപ്പൊ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഫോൺ യൂസ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. പക്ഷെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഒരു പർപ്പസിനാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പൊ അങ്ങനെ നമുക്ക് പറ്റുന്നില്ല, നമ്മൾ വെറുതെ കുറെ സമയം ഇത്തരത്തിൽ ഫോണിൽ ഉപയോഗിച്ച് കളയുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഫോണിനെ ഒന്ന് മാറ്റി വെക്കുക. കുറച്ച് സമയം, ആദ്യം തന്നെ നമുക്കിപ്പോ ഒരു കുറെ സമയമൊന്നും നമുക്ക് ഫോണിനെ വിട്ടു നിൽക്കാൻ പറ്റണമെന്നില്ല. അപ്പൊ കുറച്ച് സമയം നമ്മൾ ഈ ഫോണിനെ ഒന്ന് മാറ്റി വെക്കുക. മീൻസ് നമ്മുടെ കയ്യെത്തുന്ന ദൂരത്തിലോ അല്ലെങ്കിൽ നമ്മുടെ കാതിലേക്ക് ആ ശബ്ദം എത്തുന്ന ദൂരത്തിലോ അല്ലാതെ കുറച്ച് അകലെയായിട്ട് മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ കുറച്ച് സമയം നമ്മൾ ഏതിലാണോ നമ്മൾ എന്താണ് ശ്രദ്ധ കൊടുക്കേണ്ടത് അക്കാര്യത്തിൽ ഒന്നുകൂടെ ശ്രദ്ധ കൊടുത്തുകൊണ്ട് അതിന് വേണ്ടുന്ന, അതായത് നമുക്കിവിടെ നമ്മുടെ ബിസിനസ്സാണ് വലുത് അല്ലേ. അപ്പൊ ബിസിനസ്സിന് വേണ്ടുന്ന കാര്യങ്ങള് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമുക്കറിയാലോ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന്. നമ്മൾ ആളുകളിലേക്കാണ് ഈ ബിസിനസ് എത്തിക്കുന്നത്. അപ്പൊ പുതിയ പുതിയ ആളുകളെ കണ്ടെത്തണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് ഒന്നും കൂടെ പുതുക്കുക. അല്ലെങ്കിൽ നമ്മൾ ലിസ്റ്റ് എഴുതിയിട്ടുണ്ടാവും, പക്ഷെ അതിലുള്ള എല്ലാവരും വിളിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല അല്ലെ. അപ്പൊ വിളിച്ചിട്ടില്ല എങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ പ്രൊഡക്റ്റിന്റെ കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് അറിയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിയുന്ന കാര്യങ്ങൾ ആർക്കെങ്കിലും പാസ് ചെയ്യാനുണ്ടെങ്കിൽ അക്കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കുക. അങ്ങനെ കുറച്ച് സമയം നമ്മൾ വെറുതെ കളയുന്ന സമയത്തിന് ഉപയോഗപ്പെടുത്തുവാണെങ്കിൽ
തീർച്ചയായിട്ടും നമുക്ക് ഈ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പൊ അതേപോലെ തന്നെയാണ് നമ്മുടെ ഗോൾസും പ്ലാനും. ഗോൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നമ്മുടെ ലക്ഷ്യങ്ങള് അതൊരു ടൈം ലിമിറ്റ് വെച്ചുകൊണ്ട് അത് എപ്പം നേടിയെടുക്കണം എന്നുള്ള ഒരു തീരുമാനത്തോടു കൂടി നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്താണ് നമ്മുടെ സ്വപ്നങ്ങൾ ഗോളായി മാറുന്നത്. അപ്പൊ നമ്മൾ ഒരുപാട് സ്വപ്നം കാണുന്ന ആൾക്കാരാണ്. കാരണം എസ്പെഷ്യലി വെസ്റ്റീജിലുള്ള എല്ലാവരും. കാരണം വെസ്റ്റീജ് എന്ന് പറയുന്ന ഒരു ബിസിനസ്സിലേക്ക് വന്ന സമയത്താണ് ഞാൻ ഈ ഡ്രീംസിനെ കുറിച്ച് ഒരുപാട് കേൾക്കുന്നത്. കാരണം ജ്യോതിഷ് കുമാർ സാർ തന്നെയാണ്. കാരണം ജ്യോതിഷ് കുമാർ സാർ ഏതൊരു പ്രോഗ്രാം നടത്തിയാലും അദ്ദേഹം ഡ്രീമിനെ കുറിച്ച് പറയാതെ ഇരിക്കില്ല. കാരണം അത്രയേറെ സ്വപ്നങ്ങളെ കുറിച്ച് പറയാനും സാറ് കണ്ടിട്ടുള്ള ഒരുപാട് സ്വപ്നങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ നേടിയെടുക്കാൻ പറ്റുന്നതാണ് എന്നുള്ള വിശ്വാസം അദ്ദേഹത്തിനുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഈ ഒരു ബിസിനസ്സായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന മുമ്പേ വരെ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഉറക്കത്തിൽ കാണുന്ന, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് അങ്ങ് പോയി കഴിയുമ്പോൾ കാണുന്ന ഒരു സംഭവമായിരുന്നു സ്വപ്നങ്ങൾ, അല്ലേ? അതിനൊരു വാലിഡിറ്റി ഉണ്ടോന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. നമ്മൾ തന്നെ പറയും, അത് ചുമ്മാ കണ്ടങ്ങനെ തള്ളാം, അല്ലെങ്കിൽ നമുക്കൊരു സുഖമുള്ള സംഭവം എന്നുള്ളത് മാത്രമായിരുന്നു നമ്മൾ സ്വപ്നങ്ങളെ കുറിച്ച് വിചാരിച്ചിരുന്നത്. പക്ഷെ അത് അങ്ങനെയല്ല. നമുക്ക് സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് തീവ്രവും തീക്ഷ്ണവുമാണെങ്കിൽ നമ്മുടെ ലൈഫിൽ അത് നേടിയെടുത്തേ മതിയാവൂ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമ്മൾ തന്നെ ചിന്തിച്ചു നോക്കുന്ന സമയത്ത് പല സ്വപ്നങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ എന്തുകൊണ്ട് എനിക്ക് അതൊക്കെ നേടിയെടുക്കാൻ വേണ്ടി പറ്റിയില്ല എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ ഉള്ളിലുണ്ടാവും, അല്ലെ? നമുക്കറിയാം, നമ്മുടെ പല ലീഡേഴ്സും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ ഒരു ബിസിനസ്സിലേക്ക് വന്ന സമയത്ത് നമ്മുടെ ബാക്കപ്പ് ചെയ്തിരുന്ന ഓർഗനൈസേഷൻസ് ഒക്കെ നമ്മളോട് പറഞ്ഞത്, ഇന്നു മുതൽ നിങ്ങൾ വാർത്തകൾ കാണുകയോ ന്യൂസ് പേപ്പർ വായിക്കുകയോ ചെയ്യരുത് എന്നാണ്. അതിന്റെ കാരണവും അറിയാം, അല്ലെ? കാരണം നമ്മൾ ഇന്നൊരു വാർത്താ ചാനൽ ഓപ്പൺ ആക്കിയാൽ, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വായിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ മൊത്തം നെഗറ്റീവ് വാർത്തകളാണ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ എന്താണോ കൊടുക്കുന്നത്, നമ്മൾ എന്താണോ ബ്രെയിനിലേക്ക് കൊടുക്കുന്നത്, അതിനുള്ള ഔട്ട്പുട്ടാണ് നമുക്ക് ആ ദിവസം കിട്ടുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെയാണ് സമയത്ത് നമ്മൾ ഇത്തരം കാര്യങ്ങള്, അപ്പം ഇന്ന് വെങ്കടേഷ് സാറ് പറയണ്ടായി, അതാണ് നമ്മളും പഠിച്ചിട്ടുള്ളത്. അതായത് നമ്മൾ ഇനി ഒരു പത്രം വായിക്കുന്നുണ്ടെങ്കിൽ സ്പോർട്സ് പേജ് മുതൽ വായിക്കുക. അപ്പോ അവിടെ നല്ല നല്ല കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ പരസ്യങ്ങൾ കാണാം. അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടെ നമ്മളൊരു നല്ല രീതിയിലേക്ക് മാറുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഡ്രീമുകള് നമ്മൾ എങ്ങനെ അത് നേടിയെടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് വിന്നിംഗ് ടീമും വെസ്റ്റീജും തന്നെയാണ്. അപ്പോൾ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്ന സമയത്ത് നമുക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായി. ആ സ്വപ്നങ്ങള് ശരിക്കും പറഞ്ഞാൽ ഇവിടെ VLC എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ അതില് നമുക്ക് ഡ്രീം സെഷൻ ഉണ്ടാവും. അപ്പൊ അതില് ഒരു ഡ്രീം ബുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സുരേഷ് ഏട്ടനാണ് ഡ്രീം ബുക്ക്, അദ്ദേഹമായിരുന്നു അതിന് പങ്കെടുത്തത്. കാരണം ആദ്യ കാലങ്ങളിലൊന്നും ഞാൻ ഇത്തരം പ്രോഗ്രാമുകളിലൊക്കെ ഒന്നും പങ്കെടുക്കാറില്ലായിരുന്നു. അപ്പോ അതിന് പോയ സമയത്ത് ഡ്രീം ബുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു. അതില് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ സ്വപ്നം കാണുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് വെസ്റ്റീജിൽ കൂടി നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ച് എഴുതി വെക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ എഴുതി വെച്ച് ആ പുസ്തകം പിന്നീട് ഇടക്കൊക്കെ എടുത്ത് നോക്കുന്നുണ്ടാവും. അതത്ര കാര്യമാക്കിയില്ല. പക്ഷെ കുറെ വർഷത്തിന് ശേഷം ആ പുസ്തകം എടുത്ത് നോക്കുന്ന സമയത്ത്, ആ ഡ്രീം ബുക്ക് എടുത്ത് നോക്കുന്ന സമയത്ത് അതിൽ പറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ അതിൽ എഴുതി വെച്ചിരിക്കുന്ന, കാരണം എഴുതുക എന്ന് പറയുന്നത് നമ്മള് മൈൻഡിൽ കണ്ട് അത് നേടിയെടുക്കാൻ പറ്റും എന്നുള്ള വിശ്വാസത്തോടു കൂടി എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അപ്പൊ അതിലെല്ലാം ഒരുപാട് ശരികൾ വന്നു. അത് ചെറിയ ദിവസത്തിന്റെയോ അല്ലെങ്കിൽ മാസത്തിന്റെയോ വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എഴുതി വെച്ചിരിക്കുന്ന സ്വപ്നങ്ങളിൽ ഇപ്പം 90% സ്വപ്നങ്ങളും നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു സാധാരണക്കാരനായ മനുഷ്യന് അവരുടെ സാഹചര്യം വെച്ച്, അതായത് ഇന്നത്തെ ജീവിത സാഹചര്യം വെച്ചുകൊണ്ട് എന്ത് നേടാൻ പറ്റും എന്നുള്ളതല്ല ആ ഡ്രീം ബുക്കിൽ ഉണ്ടായിരുന്നത്. വെസ്റ്റീജ് എന്ന് പറയുന്ന ഈ ഒരു വലിയ സംരംഭത്തിൽ കൂടെ നമുക്ക് ഏത് ലെവലും, അല്ലെ, പലപ്പോഴും പറയാനുള്ളത് സ്കൈ ഈസ് ദ ലിമിറ്റ്. നമുക്ക് ആകാശത്തോളം സ്വപ്നം കണ്ടാൽ അതെല്ലാം നേടിയെടുക്കാൻ പറ്റുന്ന വലിയൊരു അവസരത്തിലാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അത് നേടിയെടുക്കുന്ന ആളുകൾ വെസ്റ്റീജിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, എന്തുകൊണ്ട് അവർക്ക് നേടിയെടുക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് പറ്റില്ല എന്നുള്ള ചിന്തയുള്ളത് കൊണ്ട് വലിയ വലിയ സ്വപ്നങ്ങൾ എഴുതി വെച്ചു. അതൊക്കെ നേടിയെടുക്കാനും വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഗോളുകൾ നമ്മൾ എഴുതി വെക്കുക എന്നുള്ളതാണ്.
അപ്പൊ അതിന് വേണ്ടുന്നത് ഇത്രയേ ഉള്ളൂ. ഡെയിലി നമ്മൾ ചെയ്യണം, ഓരോ പ്രവൃത്തികൾ ചെയ്യണം അല്ലെ. നമുക്ക് ഗോൾ ഉണ്ട്, നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഗോളുകൾ നേടിയെടുക്കണമെങ്കിൽ ഡെയിലി നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യണം. അതായത് ഒരു 6 മാസത്തിനുള്ളിൽ നമ്മൾ ഏത് ലെവലിലേക്ക് എത്തണം, അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട്. സൗണ്ട് കുറവുണ്ടോ സാറേ? കേൾക്കാം ഓക്കെ. ഓക്കെ. അപ്പൊ ഏത് ലെവലിലേക്ക് നമ്മൾ എത്തണം, അല്ലെങ്കിൽ 2026 എന്ന് പറയുന്ന ഇതിപ്പം മാർച്ച് മാസത്തിലേക്ക് എത്തി അല്ലെ. സ്വാഭാവികമായിട്ടും നമ്മൾ കഴിഞ്ഞു പോയ ദിവസങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ച് വേവലാതിപ്പെടേണ്ടതില്ല. നമ്മൾ ഇനിയുള്ള മാസങ്ങളിൽ ഈ 2026 ഡിസംബർ 31 ആവുമ്പോഴത്തേനും നമ്മൾ എന്തൊക്കെ നേടിയെടുക്കും വെസ്റ്റീജിൽ കൂടെ എന്നുള്ളത് ഒന്ന് എഴുതി വെക്കാൻ തയ്യാറാണെങ്കിൽ, അപ്പൊ ആ ഒരു ഗോളും നമുക്ക് നേടിയെടുക്കണമെങ്കിൽ നമ്മൾ ഡെയിലി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അത് വീക്കിലി ആവുന്ന സമയത്ത് എന്തൊക്കെ ആയിത്തീരണം, അതേപോലെ മന്ത്ലി ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് ലെവലിൽ എത്തണം, അങ്ങനെയുള്ള ഒരു ഗോൾ സെറ്റിങ്ങിൽ കൂടെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കാണുന്ന ഏത് വലിയ സ്വപ്നവും നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി പറ്റും. കാരണം ഇവിടെ നമുക്കറിയാം, ആദ്യകാലങ്ങളിലൊക്കെ നമുക്കൊരു 1 lakh ഇൻകം എന്ന് പറയുന്നത് ക്രൗണിലൊക്കെ ആയിരുന്നു ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇന്നിപ്പം 1 lakh ഇൻകം കിട്ടണമെങ്കിൽ സ്റ്റാർ ആയാലും മതി. സ്ട്രോങ് ആയിട്ടുള്ള ടീം വന്നു കഴിഞ്ഞാൽ, ഡെപ്തിലേക്ക് വളർത്തി കഴിഞ്ഞാൽ നമുക്ക് അവിടെ 1 lakh ഇൻകം സ്റ്റാറിൽ തന്നെ നേടാൻ പറ്റും. അപ്പൊ ഇവിടെ ഒന്നിനും ഒരു ലിമിറ്റേഷനും ഇല്ല. അപ്പൊ നമ്മൾ എന്തിനാ നമ്മുടെ സ്വപ്നങ്ങൾക്ക് ഒരു ലിമിറ്റേഷൻ വെക്കുന്നത്? വലിയ വലിയ സ്വപ്നങ്ങൾ കാണുക, അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാവുക, അതിനുവേണ്ടി പ്രവർത്തിക്കണം എന്നുള്ളത് മാത്രമേ ഇവിടെയുള്ളൂ അല്ലെ. നമ്മുടെ പ്രവൃത്തികൾ കറക്റ്റ് ആണെങ്കിൽ, എന്താ പറയണ്ട, കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് നമ്മൾ നമ്മുടെ ഗോൾ സെറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇതൊക്കെ നേടിയെടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത് ഉറപ്പാണ്. മറ്റൊന്നുമല്ല, ഇതൊരു ടീം വർക്കാണ് അല്ലെ. നമ്മുടെ മറ്റേതൊരു മേഖലയിൽ നോക്കിക്കഴിഞ്ഞാലും നമ്മൾ അവിടെ സക്സസ് ആവണമെങ്കിൽ നമ്മൾ തന്നെ പണിയെടുക്കണം, നമ്മൾ തന്നെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. ഇവിടെ നമുക്ക് ടീം വർക്കാണ്, നമ്മുടെ അപ്ലയൻസ് നമ്മുടെ കൂടെ ഉണ്ട്, അതുപോലെ തന്നെ നമ്മളെ വിശ്വസിച്ച് വന്ന നമ്മുടെ ഡൗൺലൈൻസ് നമ്മുടെ കൂടെ ഉണ്ട് ഇല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരു കൂട്ടായ്മയിൽ കൂടെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വലിയ വിജയങ്ങൾ ചെറിയ സമയം കൊണ്ട് നേടിയെടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. അപ്പോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഇത് നമുക്ക് ലൈഫ് ലോങ് ആയിട്ട് കിട്ടുള്ളൂ. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഒരു കരിങ്കല്ലിൽ നമ്മൾ ആണി വെച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യം എഴുതുവാണെങ്കിൽ അത് ആദ്യത്തെ തവണ എഴുതുമ്പോൾ അത് തെളിഞ്ഞു വരുമൊന്നുമില്ല. ആവർത്തിച്ചിട്ട് ആ എഴുത്തിന്റെ മുകളിൽ കൂടെ വീണ്ടും 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 എഴുതിക്കൊണ്ടേ ഇരിക്കുന്ന സമയത്ത് കരിങ്കല്ലിൽ അത് തെളിഞ്ഞു വരുന്നുണ്ടാവും. തെളിഞ്ഞു വരിക മാത്രമല്ല, അത് പിന്നീട് മാഞ്ഞു പോവില്ല, അതങ്ങനെ കാലാകാലങ്ങളോളം നിൽക്കുന്നുണ്ടാവും. അപ്പൊ ഇവിടെ നമ്മൾ ഡെയിലി വർക്ക്, നമ്മുടെ ഗോളിന് വേണ്ടിയിട്ടുള്ള ഡെയിലി വർക്ക് നമ്മൾ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ ലക്ഷ്യസ്ഥാനത്ത് നമ്മൾ എത്തുകയും ആ ഒരു നേട്ടം എന്ന് പറയുന്നത് ഒരു മാസത്തേക്കോ അല്ലെങ്കിൽ ചെറിയൊരു കാലയളവിലേക്കോ അല്ല, നമ്മുടെ ലൈഫിലല്ല, നമ്മുടെ വരുന്ന തലമുറകളിലേക്ക് വരെ ഇത് എത്തിച്ചേരുന്നുണ്ടാവും. കാരണം നമുക്കറിയാം, ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത് നമ്മുടെ വരുന്ന തലമുറകളിലേക്ക് കൈമാറാൻ പറ്റുന്ന വലിയൊരു അവസരമാണ് അല്ലേ. അപ്പോ നമ്മുടെ വരുന്ന തലമുറകളിലേക്ക് നമ്മൾ ഇത് എത്തിച്ചു കൊടുക്കുന്ന സമയത്ത് എന്താണോ നമ്മൾ ഇവിടെ ഉണ്ടാക്കിയത് എന്നുള്ളതല്ല, അതിനേക്കാൾ മേലെ അവിടെ നിന്ന് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോ ഇങ്ങനെ നമ്മൾ ചെയ്യണമെങ്കിൽ ഡെയിലി പ്രാക്ടീസ് വേണം അല്ലെ. ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക, പലപ്പോഴും നമ്മുടെ ഈ ഒരു ബിസിനസ്സിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്, നമ്മളിപ്പോ ഒരാൾ ജോയിൻ ചെയ്തു, അദ്ദേഹം കുറച്ച് പർച്ചേസ് ചെയ്തു, കുറച്ച് ടീമൊക്കെ ഉണ്ടായി, സ്റ്റാർട്ടിങ്ങിൽ 5% ആയിരിക്കും, അങ്ങനെ വന്ന് അവർ 8% എത്തി. കുറച്ച് കഴിയുന്ന സമയത്ത് ആ ഒരു വ്യക്തി ഈ ഒരു ബിസിനസ് നിർത്തി എന്ന് വെച്ചു, ഈ ബിസിനസ് ചെയ്യുന്നില്ല. പിന്നീട് കുറെ കഴിയുന്ന സമയത്താണ് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത്, എന്തുകൊണ്ട് നമുക്ക് ഇത് വീണ്ടും ഒന്ന് സ്റ്റാർട്ട് ചെയ്തുകൂടാ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും? വീണ്ടും 5% നിന്നായിരിക്കും, അല്ലെങ്കിൽ 8% നിന്നായിരിക്കും? 8%-ലായിരിക്കും അല്ലേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിസിനസ് പ്ലാനിന്റെ ഒരു പ്രത്യേകതയാണത്. നമ്മൾ എവിടെയാണോ എത്തി നിൽക്കുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിലും. നമ്മൾ എന്തൊരു കാര്യവും ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, മനുഷ്യരാണ്, ഒരിക്കലും നമുക്ക് ഒരു ദിവസം ചെയ്ത കാര്യങ്ങൾ ഇപ്പം തുടർച്ചയായിട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ നമുക്ക് പലപ്പോഴും ഉദാഹരണമായിട്ട് പറയുന്നത് ജിമ്മിൽ പോകുന്ന കാര്യമായിരിക്കും അല്ലേ. കാരണം
ജനുവരി 1 എല്ലാവരും തീരുമാനം എടുക്കും ഈ വർഷം എന്തായാലും ജിമ്മിൽ പോയി നല്ല ബോഡിയൊക്കെ ഒന്ന് ഫിറ്റ് ആക്കി എടുക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യാറില്ല. അത് അവിടെ നിർത്തി വെക്കുന്നുണ്ടാവും, കുറച്ചു കാലം പോയി നിർത്തി വെക്കുന്നുണ്ടാവും. അതുപോലെ തന്നെയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും. പക്ഷെ നമ്മള് ഒന്ന് മനസ്സിലാക്കുക, നമ്മൾ എവിടെയാണോ ഒരു പ്രവൃത്തി സ്റ്റാർട്ട് ചെയ്തിട്ട് നിർത്തിയിട്ടുള്ളത് അവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. നിർത്തിയെടുത്തുനിന്ന് വേണം നമ്മൾ അത് വീണ്ടും ആരംഭിക്കുന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ. അല്ലാതെ വീണ്ടും ആദ്യത്തിലോട്ട് പോയിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും തുഴഞ്ഞു അവിടെ എത്തുമ്പോൾ വീണ്ടും നമ്മൾ നിർത്തും. അപ്പൊ എന്നും ഇത് തുടങ്ങുക എന്നുള്ള പ്രവൃത്തി മാത്രമേ നടക്കുന്നുണ്ടാവുള്ളൂ, ഇത് ഫിനിഷിങ്ങിൽ എത്തുന്നുണ്ടാവില്ല. അപ്പൊ നമുക്ക് എന്തെങ്കിലും പ്രവൃത്തികൾ സ്റ്റാർട്ട് ചെയ്ത് അത് എവിടെയെങ്കിലും നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ആ നിർത്തിയ സ്ഥാനത്ത് നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ഊർജത്തോടു കൂടി ചെയ്യാം. പിന്നെ ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് സക്സസ് ആണെങ്കിൽ നമ്മൾ പുതിയ പുതിയ ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനം. പുതിയ ആളുകളിൽ കൂടിയാണ് പെട്ടെന്ന് ബിസിനസ് ഗ്രോത്ത് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് നമ്മളെ കുറിച്ചിട്ടുള്ള ഒരു ബോധം ഉണ്ടാവുക, എന്താണ് നമ്മുടെ സ്ട്രെങ്ത് എന്ന് മനസ്സിലാക്കുക, എന്താണ് നമ്മുടെ വീക്ക്നെസ് എന്ന് മനസ്സിലാക്കുക. ആ വീക്ക്നെസ്സിൽ നിന്നും, അതായത് നമ്മൾക്കറിയാം കംഫർട്ട് സോൺ അല്ലേ, നമ്മുടെ എല്ലാവർക്കും ഒരു കംഫർട്ട് സോൺ ഉണ്ടാവും. ആ കംഫർട്ട് സോണെ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ നമ്മൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വലിയ സക്സസിൽ എത്തുന്നുണ്ടാവും. കാരണം ഇന്ന് സക്സസ് ആയിട്ടുള്ള ഏതൊരു വ്യക്തിയെ നോക്കിക്കഴിഞ്ഞാലും അവരൊക്കെ ഇത്തരത്തിൽ വന്നിട്ടുള്ളതാണ്. അല്ലാതെ ആരും എന്താ പറയണ്ടേ, ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റുന്നതാണ് എന്ന് അടിയുറച്ച് വിശ്വസിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും എന്നാൽ എവിടെയും തോൽക്കാതെയല്ല ആരും വിജയിച്ച് വന്നിട്ടുള്ളത്. ഇതിന്റെ ടോപ്പ് റാങ്കിൽ എത്തിയിട്ടുള്ള ആളുകൾ, DUCD-മാരായിട്ടുള്ള ആളുകൾ, അതേപോലെ തന്നെ ഇതില് VMCM ആയിട്ടുള്ള വ്യക്തികൾ, അവരുടെയൊക്കെ ലൈഫ് സ്റ്റോറി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അവരും പലപ്പോഴും പല കാര്യങ്ങളിൽ തട്ടിത്തടഞ്ഞ് വീണിട്ടുണ്ട്. പക്ഷെ അവര് ആ ഒരു വീഴ്ചയോടുകൂടി ഇത് എനിക്ക് പറ്റില്ല എന്നുള്ള തീരുമാനത്തിൽ എത്തിയില്ല എന്ന് മാത്രമാണ്. ഈ വീഴ്ച എന്ന് പറയുന്നത് അല്ലെങ്കിൽ പരാജയം എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു സക്സസിലും കാണാൻ പറ്റുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കുകയും ഈ പരാജയത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വിജയത്തിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തിട്ടുള്ളവർ മാത്രമേ സക്സസ് ആയിട്ടുള്ളൂ. അല്ലാതെ എന്ത് ചെയ്യും, കുറച്ചൊന്ന് ഓടി തളർന്നു കഴിയുമ്പോൾ എന്നെ കൊണ്ടാവില്ല എന്ന് കരുതി അവിടെ നിർത്തും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ആ നിർത്തുന്ന ആ ഒരു പോയിന്റ്, അതുവരെ നമ്മൾ എടുത്തിട്ടുള്ള എഫേർട്ട്, ആ ഒരു എഫേർട്ടിന്റെ റിസൾട്ട് നമ്മൾ തൊട്ടടുത്തുണ്ട്. പക്ഷെ അത് നമ്മൾ കാണുന്നില്ല, നമ്മൾ അവിടെ നിർത്തിയേക്കാണ്. അപ്പൊ അങ്ങനെ നിർത്തി കഴിയുന്ന സമയത്ത് നമുക്ക് കിട്ടേണ്ടുന്ന സക്സസ് നമുക്ക് നഷ്ടപ്പെടും. അപ്പൊ നമ്മൾ സക്സസിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ശക്തമായിട്ട് പ്രവർത്തിക്കുക. അതിന് നമുക്ക് എന്തെങ്കിലും ഒരു തടസ്സം വരുന്നുണ്ടെങ്കിൽ നമ്മുടെ അപ്ലയൻസുമായിട്ടൊന്ന് ഇരിക്കുക. കാരണം അപ്ലയൻസ് എന്ന് പറയുന്ന വ്യക്തികൾ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചിട്ടുള്ളവരാണ്. അല്ലാതെ ഒരിക്കലും അവര് എന്താ പറയണ്ട, അവരുടെ ഒരു പ്രത്യേക ഇതുകൊണ്ട് അങ്ങ് അപ്ലൈൻ ആയത് ഒന്നുമല്ല. അവർ ഒരുപാട് പ്രശ്നങ്ങളെ നേരിട്ട് ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ പഠിച്ച് വിജയിച്ചിട്ടുള്ള ആളുകളാണ് നമ്മുടെ അപ്ലയൻസ്. ഇന്നും ആക്റ്റീവായിട്ട് നിൽക്കുന്ന അപ്ലയൻസ് എന്ന് പറയുന്നത് പരാജയങ്ങളിൽ നിന്നും പഠിച്ച് മുന്നോട്ട് പോയിട്ടുള്ളവരാണ്. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും വരുന്ന മിസ്റ്റേക്കുകൾ അവർക്കും സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുള്ള സൊല്യൂഷനും അവരുടെ കയ്യിലുണ്ട്. അപ്പോ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു തടസ്സം നമ്മുടെ ബിസിനസ്സിൽ വന്നു കഴിഞ്ഞാൽ, അയ്യോ ഞാൻ പരാജയപ്പെട്ടു, ഇനി എനിക്ക് പറ്റില്ല എന്ന് ചിന്തിക്കുന്നതിന് മുന്നേ നമ്മൾ നമ്മുടെ അപ്ലൈനുമായിട്ട് ഒന്ന് വിളിക്കുക, ഒന്ന് അപ്ലയൻസിന്റെ അടുത്ത് വിളിക്കുക. സാറേ എനിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, എനിക്കിതിൽ നിന്ന് അങ്ങോട്ടേക്ക് കയറാൻ വേണ്ടി പറ്റുന്നില്ല, ഞാൻ പരിശ്രമിക്കുന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല എന്ന് നമ്മൾ പറയാൻ തയ്യാറാണെങ്കിൽ അതിനുള്ള മറുപടി അല്ലെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ നമുക്ക് അപ്ലയൻസ് തരുന്നുണ്ടാവും. കാരണം നമുക്കറിയാം ഏതൊരു പ്രോബ്ലവും സൊല്യൂഷൻ ഇല്ലാതെ ഒരു പ്രോബ്ലവും ഇന്ന് ലോകത്തില്ല. അത് എത്ര വലിയ പ്രശ്നം ആയിക്കോട്ടെ അതിനൊക്കെ സൊല്യൂഷൻ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ അത് കണ്ടെത്താൻ നമുക്ക് സാധിക്കണമെന്നില്ല. പക്ഷെ നമ്മുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നമ്മുടെ ഈ ഒരു പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ അവരുടെ കയ്യിൽ ഉണ്ടാവും. അത് വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ അപ്ലയൻസിന്റെ അടുത്ത് പറയുന്ന സമയത്ത്, സാറേ ഞാൻ വർക്ക് ചെയ്തു, ഞാൻ ഇത്ര ടീമിൽ വർക്ക് ചെയ്തു, ഇത്ര ലെഗിനെ ക്വാളിഫൈ ചെയ്യിപ്പിച്ചു, പക്ഷെ ഇപ്പൊ എനിക്ക് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാവും. നമുക്കത് വലിയതായിരിക്കും, നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത് ഏറ്റവും വലിയതായിരിക്കും. പക്ഷെ അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് നമ്മുടെ അപ്ലൈന്റെ കയ്യിൽ ചെറിയൊരു സംഭവമായിരിക്കും.
നമ്മളറിയില്ല ഒറ്റമൂലി എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പൊ ആ ഒരു ഒറ്റമൂലി നമ്മുടെ അപ്ലൈന്റെ കയ്യിൽ ഉണ്ടാവും. പക്ഷെ അത് നമ്മൾ അവരുടെ അടുത്ത് പറയാതിരുന്നാൽ, അല്ലെങ്കിൽ എന്താ പറയണ്ട, നമുക്കറിയാലേ നമ്മളെല്ലാം തികഞ്ഞവരാണ്, അല്ലെങ്കിൽ എനിക്കെല്ലാം അറിയാം എന്ന് ഉള്ളൊരു ഭാവം, നമ്മളൊരു അഹംഭാവം എന്ന് പറയും അല്ലെ, അത്തരത്തിലുള്ള ഒരു ഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയും സക്സസ് ആവില്ല. നമ്മൾ സക്സസ് ആയി എന്നുള്ള തോന്നൽ മാത്രമായിരിക്കും. അപ്പൊ നമ്മൾ സക്സസ് എന്ന് പറയുന്നത് ഒരു തവണയോ അല്ലെങ്കിൽ 2 തവണയോ മാത്രം ഉള്ളതല്ല, ലൈഫ് ലോങ് ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കണം സക്സസ്. അപ്പൊ ആ സക്സസിന് എന്തെങ്കിലും ഒരു വിലങ്ങ് തടി ഉണ്ടെങ്കിൽ അത് എന്താണ് എന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണം സാറേ എന്ന് പറഞ്ഞ് നമ്മുടെ അപ്ലയൻസിന്റെ അടുത്ത് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുന്നുണ്ടാവും. ഈ ഒരു ബിസിനസ് എന്ന് പറയുന്ന ഒരു ചെറിയ സമയത്തേക്കുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളെ നിറവേറ്റാൻ വേണ്ടിയോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ചെറിയൊരു കാര്യമല്ല. കാരണം എന്നെ പോലെ അല്ലെങ്കിൽ നമ്മളെ പോലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ലൈഫിൽ ഇത്രയേറെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെസ്റ്റീജ് ഇന്ന് 22 വർഷം പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള വർഷങ്ങളിലും നമ്മളെ പോലെ തന്നെ ആവശ്യക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെയുണ്ട്. നമ്മൾ ഒന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ മതി. അപ്പൊ അവരെയും സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും അതുപോലെ തന്നെ എല്ലാ തരത്തിലും അവരെയും ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു അവസരം നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ അത് അവരിലേക്ക് എത്തിക്കുക. അതിനു വേണ്ടി നമുക്ക് ടീം വർക്കായിട്ട് മുന്നോട്ട് പോകാം. അപ്പൊ നമ്മള് ഈ ഒരു ബിസിനസ്സിൽ ഒരു കാര്യം ഉറപ്പിച്ച് തീരുമാനിക്കുക, എന്നെ കൊണ്ട് ഇത് സാധിക്കും, ഞാനിത് ചെയ്യും, അതിനു വേണ്ടി ഉള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് എൻ്റെ അപ്ലയൻസും അതേപോലെ വെസ്റ്റീജും വിന്നിങ് ടീമും ഒക്കെ ഒരുക്കി തരുന്നുണ്ട്. അപ്പോൾ അവരുടെ കൂടെ നിന്നുകൊണ്ട് ഞാൻ ഇതിൽ കൂടെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുകയും എൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളവർക്ക് അതൊക്കെ നേടിക്കൊടുക്കുകയും ചെയ്യും എന്നുള്ള തീരുമാനം നമ്മൾ ഓരോരുത്തരും എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ ഒന്നിനും എന്താണ് ദാരിദ്ര്യം എന്ന് പറയുന്ന അവസ്ഥ ഇല്ല അല്ലെ. ബാലു സാറൊക്കെ നമ്മൾ പഠിപ്പിച്ചു തന്നത് അതാണ്, ദാരിദ്ര്യം എന്ന് പറയുന്ന അവസ്ഥയില്ല. എന്തേ ഉള്ളൂ, അബണ്ടൻസ് ആണ് ഉള്ളത് അല്ലെ. അപ്പൊ അത് ഓരോരുത്തരുടെ കൈകളിലേക്കും എത്തിക്കുക എന്നുള്ളത് അവരുടെ അവരുടെ ചിന്തകളിലും മാറ്റം വരുത്തണം. അപ്പൊ അവരുടെ ചിന്തകളിലേക്ക് മാറ്റം വരണമെങ്കിൽ അവർക്കറിയില്ല, നമുക്കും അറിയില്ലായിരുന്നു കുറെ കാലം വരെ. നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു ദാരിദ്ര്യമോ അല്ലെങ്കിൽ കഷ്ടപ്പാടോ ഉണ്ടാകുന്നതെന്ന് നമുക്കും അറിയില്ലായിരുന്നു. അപ്പൊ നമ്മുടെ ചിന്തകളെ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് സമ്പന്നരാകാൻ പറ്റും എന്ന് നമ്മളെ പഠിപ്പിച്ചത് ഇവിടെ നിന്നാണ്. അപ്പൊ ഈ ഒരു കാര്യങ്ങളെ നമ്മൾ നമ്മുടെ സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പൊ അതിനു വേണ്ടി എല്ലാവരും ഒന്നിച്ച് ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കുക. കാരണം അതിന്റെ വലിയൊരു കൂട്ടം ആളുകളാണ് നിങ്ങൾ. കാരണം ഈ ലോകത്ത് പല സ്ഥലങ്ങളിൽ നിന്നാണ് നിങ്ങൾ അസോസിയേറ്റ് ചെയ്യുന്നത് അല്ലേ. അത് തന്നെ വലിയൊരു കാര്യമാണ്. നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു ടീം മീറ്റ് ഒക്കെ നടത്തുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഏരിയയിൽ ഒരു കണ്ണൂർ ജില്ലയിലുള്ള ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ കുറച്ചും കൂടെ നോക്കുകയാണെങ്കിൽ കേരളത്തിലുള്ള ആളുകളെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ അതല്ല. വെസ്റ്റീജ് എവിടെയൊക്കെ ഉണ്ടോ അവിടെ നിന്നൊക്കെയുള്ള ആളുകളെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള വലിയൊരു ടീമാണ് നിങ്ങളുടേത്. അപ്പൊ നിങ്ങൾക്ക് ഈ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത് ഉറപ്പാണ്. അതിന് വെസ്റ്റീജിനെ നിങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക, നിങ്ങളുടെ അപ്ലയൻസിനെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക. അങ്ങനെയാണെങ്കിൽ 2026 നമ്മൾ സ്വപ്നം കാണുന്ന ആ വലിയ നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ എല്ലാവർക്കും സാധിക്കും എന്നുള്ളതാണ്. അപ്പോ ഒന്നും കൂടി ഞാൻ ഇതിലുള്ള എല്ലാവർക്കും താങ്ക്സ് അതേപോലെ സന്തോഷം അറിയിക്കുകയാണ്. കാരണം നേരിട്ടും അല്ലാതെയും ഒക്കെ എനിക്ക് പരിചയമുള്ള ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. എല്ലാവരുടെ പേരുകളും എനിക്ക് പറയാൻ പറ്റില്ല. എന്തായാലും തീർച്ചയായിട്ടും ഇപ്പം നമുക്കറിയാം ഭീമ മാം, അതുപോലെ ഷംന മാം, സുഷ, അതുപോലെ തന്നെ നീതു, അങ്ങനെ ശ്രീജ മാം, ഹർഷ, അങ്ങനെ ഒരുപാട് ആളുകൾ, സുകുമാരൻ ചേട്ടൻ, എന്തായാലും അതുപോലെ തന്നെ സക്സസ് ആയിട്ടുള്ള കഴിഞ്ഞ മാസങ്ങളിലൊക്കെ അച്ചീവ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. ഇത് നിങ്ങളുടെ തുടക്കമാണ്. 2026 തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുക. അതുപോലെ വിനോദ് സാറിനെ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. കാരണം അദ്ദേഹത്തെ എന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. തീർച്ചയായിട്ടും നമ്മള് ഫാമിലി തന്നെയാണ് അല്ലെ, ഇതെല്ലാം നമ്മുടെ ഫാമിലി തന്നെയാണ്. അതുപോലെ ഒരുപാട് ആളുകൾ, സാജിദ മാം, തീർച്ചയായിട്ടും നമ്മള് ഫോണിൽ കൂടെ മാത്രം
പരിചയപ്പെട്ടുള്ള ഒരുപാട് ആളുകളാണ്. പക്ഷെ ഇന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആണ്. നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് എന്താ പറയണ്ട, വല്ലാതെ ഒരു അടുപ്പം തോന്നുന്ന ഒരു വലിയ ടീമാണ് നിങ്ങളുടേത്. തീർച്ചയായിട്ടും ഇന്ന് ഇവിടെ വന്ന് സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ അതിന് അവസരം ഒരുക്കി തന്ന ഷാജി സാറിന് ഒരുപാട് താങ്ക്സ്. അതുപോലെ ഞാൻ പറഞ്ഞ വാക്കുകളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ലൈഫിൽ ഗുണം കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ സന്തോഷിക്കുന്നു. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. വിഷ് യു വെൽ. താങ്ക് യു മാഡം, താങ്ക് യു. വളരെ മനോഹരമായിട്ടാണ്. നമ്മുടെ ഇവിടെ പുതിയ ഒരുപാട് ആൾക്കാരുണ്ട്. മാഡത്തിന്റെ എക്സ്പീരിയൻസ് കേൾക്കാൻ സാധിച്ചിട്ടുണ്ടാവും. ഇന്ന് ഈ ഒരു ദിവസം നമ്മൾക്ക് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്ന നമ്മുടെ ടീമിന് വേണ്ടി എല്ലാവർക്കും വേണ്ടി ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഒരു നന്ദി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു മണിക്കൂർ നമുക്ക് മാറ്റിവെച്ചതിന്. അടുത്തതെന്ന് വെച്ചാൽ ഇങ്ങനൊരു അവസരം മാഡത്തിന് ചെയ്യാൻ, സുരേഷ് സാറിന് ചെയ്യാൻ സാധിച്ചതിൽ നമുക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടി. അദ്ദേഹം അതൊരു തീരുമാനം എടുത്തത് കൊണ്ടാണ്. അദ്ദേഹത്തിന്റെ ആ ഓട്ടോറിക്ഷയിൽ ബാലസുബ്രഹ്മണ്യ സാർ കയറാൻ സാധിച്ചുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ഇങ്ങനൊരു ബിസിനസ് ചെയ്യാനും നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലേക്ക് ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചത്. പ്രത്യേകിച്ച് എന്നെ പോലുള്ള വ്യക്തിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തകർച്ച വന്ന സമയത്ത്, എവിടെയും മുന്നേറാൻ സാധിക്കാത്ത ഒരു സമയത്ത് ഈ ഒരു അവസരം എൻ്റെ കയ്യിലേക്ക് ദൈവമായിട്ട് കൊണ്ടു തന്നതാണ് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നുണ്ടാവും. എപ്പോഴും ഞാൻ ആഗ്രഹിച്ചത് ഈ ബിസിനസ് ദുബായിൽ ചെയ്യുന്ന സമയത്ത് ഞാൻ കാണാൻ ആഗ്രഹിച്ച ഒരു ഫാമിലിയാണ് സുരേഷ് ഏട്ടനെയും സീതാ മാഡത്തിനെയും. അത് നേരിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു ബിസിനസ് ഇവിടെ ഒരുപാട് പുതിയ ആൾക്കാരുണ്ടാവും. പല ആൾക്കാർക്ക് ഇപ്പോഴും ഇതിന്റെ തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ടാവില്ല. സീതാ മാഡത്തിന്റെ എക്സ്പീരിയൻസ് മനസ്സിലായിട്ടുണ്ടാവും. സുരേഷ് ഏട്ടൻ തീരുമാനം എടുത്ത സമയത്ത് വീട്ടിൽ നിന്നുണ്ടായ നെഗറ്റീവ് ഇന്ന് ആ കുടുംബത്തിലേക്കുള്ള വരുമാനം ഈ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതും വലിയൊരു വരുമാനം എത്താൻ സാധിച്ചിട്ടുണ്ട്. ക്രൗൺ ഡയറക്ടറാണ്. നമ്മളെപ്പോലെയുള്ള 6 ഓർഗനൈസേഷൻ അവർക്കുണ്ട്. ഇന്ന് ആലോചിക്കുക, ഷിതാ മാഡത്തിന്റെ ആ ഒരു പ്രസൻസ് ഇല്ലെങ്കിൽ പോലും ഇത്രയും വലിയൊരു ടീം ഇവിടെ പോകുന്നുണ്ട് അല്ലേ. ഇതുപോലുള്ള 6 ടീം അവരറിയാതെ തന്നെ വളർന്നുകൊണ്ടിരിക്കുക. ഈ ബിസിനസിന്റെ പവർ അതാണ്. നമ്മളില്ലെങ്കിലും കുറച്ച് ചിലപ്പോൾ ഒരു തുടക്കം മാത്രമേ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ടാവുള്ളൂ. അതിനുശേഷം ഈ ബിസിനസ് പോകുന്ന വഴികൾ നമ്മൾ ഒരിക്കലും അറിയത്തില്ല. എവിടെയുള്ള ഷിതാ മാഡം കണ്ണൂർ ജില്ലയിലുള്ള ആളാണ്. സിംഗപ്പൂർ അടക്കം മാഡത്തിന്റെ ടീമിൽ ബിസിനസ് നടക്കുന്നുണ്ട്. മലേഷ്യയിൽ ബിസിനസ് നടക്കുന്നുണ്ട്. സൗദി അറേബ്യയിലുണ്ട്, ബഹ്റിനിലുണ്ട്, എല്ലാ രാജ്യങ്ങളുണ്ട്. മാഡത്തിന് പോലും അറിയത്തില്ല, ആർക്കും അറിയത്തില്ല എവിടേക്ക് പോകുന്നുള്ളത്. ഇതൊരു അത്രക്കും മനോഹരമായ ഒരു പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾ ആ തിരിച്ചറിവ് എപ്പോഴും വേണം. തുടക്കത്തിൽ നമുക്ക് ഒരുപാട് സ്ട്രഗിൾ ഉണ്ടാവും. എനിക്ക് ഇതിൽ ഏറ്റവും വലിയ സ്ട്രഗിൾ ആദ്യത്തെ എൻ്റെ 6 മാസത്തെ ബിസിനസ് ചെയ്ത സമയത്തിൽ 6 മാസത്തിൽ വന്ന എല്ലാ ആൾക്കാരും ബിസിനസ് സ്റ്റോപ്പ് ചെയ്ത് പോയിട്ടുണ്ടായി. ഞാൻ തകർന്നു പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ആരുമില്ല, കഷ്ടപ്പെട്ട് ഒരു ടീം ഉണ്ടാക്കി ഇല്ലാണ്ടായി പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 2 വർഷമാകുമ്പോൾ എൻ്റെ 2 അപ്ലൈൻ എനിക്ക് പണി തന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെയും ഞാൻ തകർന്നിട്ടുണ്ടായിരുന്നില്ല. എന്നെ ഈ ബിസിനസ് പറഞ്ഞ് മനസ്സിലാക്കി തന്ന വ്യക്തികൾ വേറെ മണി ചെയിനിലൊക്കെ ബിസിനസ് പോയ സമയത്ത് എനിക്ക് ഒരുപാട് പതർച്ച വന്നിട്ടുണ്ടായിരുന്നു. അവിടെയും ഞാൻ എവിടെയും തകർന്നില്ല. കാരണം എനിക്ക് ഈ ബിസിനസ്സിൽ വളരെ വിശ്വാസം ഉണ്ടായിരുന്നു. 100% എൻ്റെ ലൈഫിൽ ഇത്രയും നല്ല മനോഹരമായ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അത് ആക്ച്വലി അങ്ങനെ തീരുമാനം എടുക്കാൻ സാധിച്ചത് സുരേഷ് സാറിൻ്റെ അന്നത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്, ആ ഒരു കഥയാണ്. ഇപ്പൊ എപ്പോഴും നമ്മൾ ഒരു മീറ്റിംഗിൽ മിസ്സാക്കാൻ പാടില്ല, എല്ലാ മീറ്റിംഗിലും നിങ്ങൾ പങ്കെടുക്കൂ എന്ന് പറഞ്ഞത് ഏതെങ്കിലും ഒരു വ്യക്തികളുടെ വാക്കുകളായിരിക്കും നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നുണ്ടാവുക, ഇത് ചെയ്യാൻ നമുക്ക് തോന്നിക്കുന്നുണ്ടാവുക. അന്നത്തെ ആ ഒരു വെള്ളിയാഴ്ച ദിവസം സുരേഷ് സാർ അല്ല ആ സെഷൻ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇനി ബിസിനസ് ഉണ്ടാവില്ല ശരിക്കും പറഞ്ഞാൽ. കാരണം അദ്ദേഹം വിജയിച്ച ആ ഒരു കാര്യം എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. ഏത് സ്റ്റേജിൽ പോയി കഴിഞ്ഞാലും ഞാൻ ഈ ഒരു ഫാമിലിയുടെ പേര് പറയുകയും ചെയ്യും, പറയാറുമുണ്ട്. കാരണം അത് മറക്കാൻ പറ്റാത്തതാണ്. ഇവിടെ നിങ്ങൾക്കും ചിലപ്പോൾ മാഡത്തിന്റെ വാക്കുകൾ ആർക്കെങ്കിലും ഇതിലൂടെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. 100% വിശ്വസിക്കണം. പിന്നെ ഇതിൽ നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം കണ്ടിന്യൂ ആയിട്ടുള്ള ഒരു ആക്ഷൻ തന്നെയാണ്. അത് മാഡം പറഞ്ഞിട്ടുണ്ടല്ലോ, തുടർച്ചയായിട്ട് നമ്മൾ പ്രയത്നിക്കുന്ന സമയത്താണ് നമുക്കത് റിസൾട്ട് വരുള്ളൂ. ആദ്യത്തെ ഒരു ദിവസം കൊണ്ടോ അല്ല 2 ദിവസം കൊണ്ടോ നമുക്കൊരു റിസൾട്ട് അറിയാൻ സാധിക്കത്തില്ല. കണ്ടിന്യൂ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു റിസൾട്ട് വരുന്നുണ്ടാവും. 3 മാസം തുടർച്ചയായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, എന്നോട് പല ആൾക്കാരും മാഡം പറഞ്ഞിട്ടുള്ളൂ, നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുമ്പോൾ അപ്ലൈനോട് പറയാറില്ലേ, അത് എന്നോടും പല ആൾക്കാർ പറയുന്നുണ്ട്. സാറേ എനിക്ക് അത്ര റിസൾട്ട് വരുന്നില്ല, ഞാനിത് കുറേ ആൾക്കാരോട് പറഞ്ഞ് നോക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയാനുള്ള മെസ്സേജുകൾ. ഞാൻ അവർക്ക് ഒറ്റ ഷോർട്ട് കട്ട് റിസൾട്ട് കൊടുക്കാറുള്ളൂ, കണ്ടിന്യൂ ആക്ഷൻ എന്ന് പറയുന്നത്. ഇതിന് വേറെ സൊല്യൂഷൻ ഇല്ല. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ പ്ലാൻ കാണിക്കുന്ന വ്യക്തിയാണെങ്കിൽ അത് തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുക. കുറേ ആൾക്കാർ നമ്മളോടൊപ്പം വരുന്നുണ്ടോ, കുറേ ആൾക്കാർ വരുന്ന സമയത്ത് അതിൽ കുറച്ച് ആൾക്കാർ സീരിയസ് ആകുമ്പോൾ ലഭിക്കുന്നുണ്ടോ. അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് വർക്ക് ഒരു 3 മാസം തുടർച്ചയായി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചെറിയൊരു ഫൗണ്ടേഷൻ നമുക്കവിടെ വരുന്നുണ്ടോ. ചെറിയൊരു തുടക്കത്തിൽ 2-3 ആൾക്കാർ മാത്രം. ഒരു സമയമുണ്ട് ഇതിനകത്ത്. ഇതിൽ പല ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ എന്നും പറയുന്നതാ, ഒരു 3 മാസം നിങ്ങൾ ഒരു വിഷമം കൂടാതെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കുറച്ച് ആൾക്കാരോട് വന്നിട്ടുണ്ട്. പല ആൾക്കാർക്കും ഞാൻ എപ്പോഴും പറയുമ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവും. അത് റെഗുലർ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ അറിയാം.
സ്ഥിരമായിട്ട് സംസാരിക്കുന്ന വ്യക്തികൾക്ക് അറിയാം ഇത് എങ്ങനെയാണ് നമ്മളത് ആ ഒരു ഞാൻ പറയുന്ന കാര്യം സത്യസന്ധമായിട്ട് വരുന്ന നിങ്ങൾക്ക് അറിയുന്നുണ്ടോ? കണ്ടിന്യൂ ഉള്ള ആക്ഷൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. തുടർച്ചയായി നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു നല്ല ഒരു സമയം നമുക്ക് ഇതിനകത്ത് ഉണ്ടാവും. ചില സമയത്ത് ഞാൻ എൻ്റെ വൈഫിനോട് സംസാരിക്കും, ഇന്ന വ്യക്തിക്ക് മാത്രം ഒരു റിസൾട്ട് വരുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അവൾ പറയും ആയിട്ടില്ല, അദ്ദേഹത്തിൻ്റെ സമയം ആവുന്നതേ ഉള്ളൂ, കുറച്ചും കൂടെ കഴിയുമ്പോൾ ആ സമയമാവും. ഇന്നിപ്പം കഴിഞ്ഞ മാസം ക്വാളിഫൈ ചെയ്ത സുകുമാരൻ ചേട്ടൻ വളരെ സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്ത് വളരെ വിശ്വാസത്തോടുകൂടി ഈ ബിസിനസ് വന്ന വ്യക്തിയാണ്. പക്ഷേ സാഹചര്യം നമ്മൾ കുറച്ച് ദിവസം മാറിയിക്കേണ്ടി വന്നു. ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിന് സമയം വന്നു. ഇതാ ഈ മാസം അദ്ദേഹം ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മാഡം നീതു വിജയ് കുറേ ഈ ബിസിനസ്സിൽ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ വിചാരിച്ച പോലെ പെട്ടെന്ന് സക്സസ് ആയിട്ടില്ല. ഇപ്പം നല്ലൊരു ടീമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു സമയമാവണം. ചിലപ്പോൾ ഒരു വർഷം നമ്മുടെ ഭാഗ്യം തെളിഞ്ഞു വരാൻ ഒരു സമയമുണ്ടല്ലേ. എത്രയോ കാലം ലോട്ടറി എടുത്ത വ്യക്തിക്ക് ഏതെങ്കിലും ഒരു സമയത്ത് അടിക്കുന്നുണ്ടോ? അല്ല, ചില ആൾക്കാർക്ക് ആ ലോട്ടറി അടിച്ചാൽ കിട്ടുന്നതിനേക്കാളും പൈസ അദ്ദേഹം ലോട്ടറി കൊണ്ട് ചിലവാക്കിയിട്ടുണ്ടോ? പിന്നെ അടിച്ചിട്ട് വല്ല കാര്യം ഉണ്ടാവും? അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ടല്ലേ. എത്രയോ ആൾക്കാർ ചിലപ്പോൾ ഒരു പ്രാവശ്യം ലോട്ടറി എടുക്കുന്ന ആൾക്കാർ അടിക്കാറും ഉണ്ടാവും. ഇത് നിങ്ങളെ ഒരു ലോട്ടറി പോലെ നിങ്ങൾക്കൊരു സമയമുണ്ട്. ആ സമയം ദൈവം ആ സമയമാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ആൾക്കാരെ കൊണ്ടു തരുന്നുണ്ടാവും കൂടെ. ഇന്ന് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ കൂടെ നമ്മളെക്കാളും വരുമാനം വാങ്ങിക്കുന്ന ഇതിൽ DUCD ആവേണ്ട ആൾക്കാർ ഇന്ന് ഇപ്പോഴും പ്ലാൻ കേട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി അവർ പ്ലാൻ കേൾക്കാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കണം. കാരണം അത്രത്തോളം വലിയൊരു ബിസിനസ്സിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുന്നുണ്ടാവും. അത്രയ്ക്കും മനോഹരമായ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മുടെ 3 തലമുറയെ സേഫ് ആക്കി എടുക്കാൻ സാധിക്കുന്ന ഈ ബിസിനസ് നിങ്ങൾ ശരിക്കും തിരിച്ചറിയാൻ ശ്രമിക്കണം. അതുകൊണ്ട് തന്നെ എല്ലാ മീറ്റിങ്ങും നമുക്ക് ഇന്ന് ഏകദേശം 129ഓളം ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട്. ഇത്രയല്ല, നമ്മുടെ ടീമിൽ ആക്ച്വലി 170ഓളം ആൾക്കാർ പങ്കെടുക്കാറുണ്ട്. ഇപ്പം ഈ ഒരു നോയമ്പ് മാസം ആയതുകൊണ്ട് പല ആൾക്കാരും പ്രാർത്ഥനയിലും പല സ്ഥലങ്ങളായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു 170 പേരോളം വന്നിട്ടുണ്ടാവും. നിങ്ങളുടെ ടീമിൽ ആരെങ്കിലും ഈ ഒരു സെഷൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ റെക്കോർഡ് സെഷൻ അയച്ചിരും. അത് അവർക്ക് കൊടുക്കണം, അവരെ കേൾപ്പിക്കണം. ഇങ്ങനെയുള്ള എല്ലാ ഫംഗ്ഷനുകളും നമ്മൾ ഇമ്പോർട്ടൻസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇന്നത്തെ ഈ ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമായിട്ട്, അതുകൊണ്ട് തന്നെ മാർച്ച് മാസം ആദ്യത്തെ ദിവസം തന്നെ ഞാൻ ഷിത മാഡത്തിനെ ഈ ഒരു പ്രസന്റേഷനിലേക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചത്. കാരണം ഈ ഒരു മാർച്ച് 31 ആകുമ്പോൾ നമ്മൾ ഒരുപാട് അച്ചീവ്മെന്റ്സ് ആയിട്ട് മാഡത്തെ ഒരു പ്രാവശ്യം കൂടെ ഈ ഒരു മീറ്റിംഗിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടാവും. കഴിഞ്ഞ മാസം നമുക്ക് ജ്യോതിഷ് സാർ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് സാറ് പറഞ്ഞായിരുന്നു അച്ചീവ്മെന്റ്സ് വരുന്ന സമയത്ത് എല്ലാ മാസവും എന്നെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വരുന്നുണ്ടായി. ഞാൻ അതുകൊണ്ട് കഴിഞ്ഞ മാസം ജ്യോതിഷ് സാറിനെ വിളിച്ചെങ്കിൽ ഇപ്രാവശ്യം ഷിത മാഡത്തിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത ഒരു അച്ചീവ്മെന്റ്സ്, വലിയൊരു അച്ചീവ്മെന്റ്സുമായിട്ട് വലിയ വലിയ പിൻ ലെവൽ അച്ചീവ്മെന്റ് ചെയ്തുകൊണ്ട് എല്ലാ നമ്മൾ അപ്ലയൻസ് ലീഡേഴ്സിനെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരുന്നുണ്ടാവും. കാരണം ഇതിലുള്ള പല ആൾക്കാർക്കും നമ്മൾ അപ്ലയൻസ് ആരാണ് അറിയില്ല, നമ്മുടെ ബന്ധം എന്താണെന്ന് അറിയില്ല, എവിടെയാണ് നമ്മൾ തുടങ്ങുന്നത് അറിയത്തില്ല. അതിനുവേണ്ടി ഓരോ പ്രാവശ്യവും ഹയർ ലെവലിലേക്ക്, ഇത്രയും കാലം പിന്നുകളാണെങ്കിൽ നമ്മൾ ഇനി പിന്നല്ല, വരുമാനം 70,000, 80,000, 1 ലക്ഷം, 2 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാരെ ക്രിയേഷൻ ചെയ്തുകൊണ്ട് നമ്മുടെ അപ്ലയൻസിനെ നമ്മുടെ ഈ ഒരു പ്രസന്റേഷൻ ഈ ഒരു മീറ്റിങ്ങിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും. എല്ലാവരും റെഡിയാണോ ആ കാര്യത്തിന്? അടുത്ത പ്രാവശ്യം മാഡത്തിനെ ഇൻവൈറ്റ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ? വെറും ഒരു ഇൻവൈറ്റേഷൻ അല്ല, വലിയ വരുമാനം വാങ്ങിച്ചുകൊണ്ട് ഷിത മാഡത്തിനെ അടുത്ത പ്രാവശ്യം നമ്മൾ ഇതുപോലെ ഒരിക്കൽ കൂടി ക്ഷണിക്കുന്നുണ്ടാവും. മാഡം വരുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇന്നത്തെ ഈ ഒരു ദിവസം നമുക്ക് വേണ്ടി മാറ്റിവെച്ച ഷിത മാഡത്തിനെ നമ്മുടെ ടീമിന് വേണ്ടി ഞാൻ നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം. വിഷ് യു വെൽ ആൻഡ് ഗുഡ് നൈറ്റ്.